ദൈവം ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാനാണ് ഒരു നിയോഗം ദൈവം തരുന്നത്. നമ്മളൊന്ന് എഴുന്നേൽക്കുന്ന അവസരത്തിൽ ഈ മുമ്പിൽ കുറേ കസാരയുണ്ട്. നിങ്ങൾ മുൻപോട്ട് വന്ന് ഈ കസാരയോട് ഫില്ല് ചെയ്യാമെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന് പുറത്തൊരു ധാരാളം ആളുകളെ ഞാൻ കാണുന്നു. അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ധാരാളം സീറ്റുകൾ ഫ്രണ്ടിലുണ്ട്. നല്ല ക്രമീകരണമാണ് സംഘാടകർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ദയവായിട്ട് ഒന്ന് എഴുന്നേൽക്കുമ്പോൾ പുറകിലിരിക്കുന്നവർ മുൻപോട്ട് വരികയോ പുറകിലായിരിക്കുന്നവർ പുറകോട്ട് എന്തായാലും കുഴപ്പമില്ല. ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് എഴുന്നേറ്റ് മുൻപിലുള്ള കസാരയുടെ ഒന്ന് ഫില്ല് ചെയ്ത് മുൻപോട്ട് എല്ലാവരും മുൻപോട്ട് വന്നാട്ട്. ഈ മൈക്കിൻ്റെ ശബ്ദം ഒത്തിരി അഗോചരമായിട്ടുള്ള ആരെങ്കിലും അവർ മാത്രം പുറകിലിരിക്കും. ബാക്കിയുള്ളവരെല്ലാം മുൻപോട്ട് വന്നേ. നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു ദൈവാലോചന പറയുവാൻ ദൈവം സഹായിക്കട്ടെ. സഹോദരിമാർ ചലിക്കുന്നില്ല, സഹോദരന്മാർക്ക് കുറച്ചുകൂടെ ചലനമുണ്ട്. അവരനുസരിക്കാൻ അല്പം താമസിക്കുമെങ്കിലും പിന്നെ അതനുസരിച്ചുള്ളൂ. ഒന്ന് വേഗത്തിൽ മുൻപോട്ട് വന്നാണ്, വേഗത്തിൽ. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രൈസനോ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിയിൽ നിൽക്കുന്നവരൊക്കെ ഞകത്ത് കയറിക്കാട്ടെ. നമുക്കൊരല്പസമയം ദൈവത്തോട് സംസാരിപ്പാൻ, ദൈവവചനം കേൾക്കുവാനൊക്കെ അതിടയായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ആ സാന്നിധ്യം അനുഭവിച്ച് യേശു നിങ്ങളുടെ ഏറ്റവും അടുക്കലുണ്ട്. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എബ്ബേസ് പറഞ്ഞതുപോലെ ഒന്ന് പറയുമോ? നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. നീ ഇവിടെ വന്നത് ഒരു പക്ഷേ ഒരു യാക്കോബായിട്ടായിരിക്കും. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നീ ഒരു ഇസ്രായേലായി മടങ്ങണം. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് ഒരു നിമിഷം സ്തോത്രത്തിൽ ജാഗരിക്കട്ടെ. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു ദൂത് പറയാം. നീ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ വാ തുറന്നാൽ നിന്റെ സകല വഴികൾ 2026 ദൈവം നിനക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം നീ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ അധരങ്ങളെ തുറന്നാൽ നിന്റെ സകല വഴികളെ ഓ യേശു ഈ രാത്രി തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, 59ാമതും മുടങ്ങാതെ ഈ കൺവെൻഷൻ നടത്തുവാൻ നിന്റെ ദാസന്മാർക്ക് ഭാഗ്യം കൊടുത്തല്ലോ. ഈ പ്രസ്ഥാനത്തെ ദൈവം പിന്നെയും വളർത്തണമേ. കടന്നു വന്ന ദൈവജനത്തോട് ദൈവം സംസാരിക്കണമേ. എതിരായി ഈ പുതുപ്പള്ളി എന്ന ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ കുടിയിരിപ്പുകളെ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ, എല്ലാ അന്യാരാധന ശക്തികളെ, എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ നിന്റെ അഭിഷക്ത ഗണം ഒരുമിച്ച് ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അമർച്ച ചെയ്യുകയാണ്. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. ദൈവാത്മാവ് ചന്തമായി ഞങ്ങളുടെ മധ്യ ഉലാവട്ടെ. ഉടര മനക റഗനഗതര വൈഡമാനവൗഷസ്. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ. എല്ലാ പോരുകൾ അഴിഞ്ഞു മാറി ജനം വിടുവിക്കപ്പെടട്ടെ. ഓ രക്തത്താല ജയം. മഹത്വം അങ്ങെടുക്കും. അടിയൻ ക്രൂശിന് മറയും യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്തി ഉറക്കി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു ശക്തിയോടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം. അല്പ നിമിഷങ്ങളിലെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം
ഈ രാത്രിയിലത്തെ വേദവിചിന്തനത്തിനായി നമുക്ക് വായിക്കാം. മൈക്കിലൂടെ മോള് വായിച്ച കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇനിയും വിപ്രാളം പിടിക്കാതെ ഒരു പ്രാവശ്യം കൂടെ ശാന്തമായിട്ട് മൂലസ്ഫുടമായി വായിച്ചാട്ടാ. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കും. ഏറെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. നമുക്ക് ആ വാക്യം കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ, എല്ലാവരും പറഞ്ഞില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇത് പിന്നീട് സഭയുടെ ഒരു മുദ്രാവാക്യമായി മാറിയ വാക്യമാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു എന്നതിൻ്റെ ഗ്രീക്ക് പദം മറാനഥ എന്നാണ്. നമ്മുടെ കർത്താവ് വരുന്നു. ഒരു വിശ്വാസിയെ കാണുമ്പോൾ കൈ കൊടുത്ത് പറയുമായിരുന്നു മറാനഥ. ഉടനെ ആ ആൾ തിരിച്ചു പറയും സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അനാഥമ. അങ്ങോട്ട് പറയും മാറാനാഥ, ഇങ്ങോട്ട് പറയും അനാഥമ. അനാഥമ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു സഭ വിശ്വാസി മക്കൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കൊരിന്ത്യ ലേഖനം ധന്യനായ പൗലോസ് സഭയ്ക്കകത്തുണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ അറിഞ്ഞിട്ട് അവരെ ഒന്ന് കറക്റ്റ് ചെയ്ത് പഴയ ദൈവകൃപയിൽ കൊണ്ടുവരാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യ ലേഖനവും. ധന്യനായ പൗലോസ് ലേഖനം നമുക്ക് 14 അനുഗ്രഹീതമായ ലേഖനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. സീനായുടെ താഴ്വരയിൽ ഇരുന്നു കൊണ്ട് മോശ എഴുതി തുടങ്ങി പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച് എഴുതി അവസാനിപ്പിച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം. ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ച സീനായുടെ താഴ്വരയിൽ എഴുതി തുടങ്ങി 1600ഓളം വർഷങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ പത്മോസിൽ എഴുതി അവസാനിപ്പിച്ച പുസ്തകം ഒരാൾ തുടക്കം മുതൽ വായിച്ചാൽ ഒരാൾ എഴുതിയതുപോലെ നമുക്ക് തോന്നും. 40ലധികം എഴുത്തുകാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ഈ അനുഗ്രഹീതമായ പുസ്തകം ആര് കയ്യിലെടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആ പുസ്തകം കയ്യിലുള്ളവരൊന്ന് ഉയർത്തിപ്പിടിച്ചോ ഹല്ലേലൂയ പറഞ്ഞേ. ഈ പുസ്തകം ചുമക്കുന്നവനെ ഈ പുസ്തകം ചുമക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഓർത്ത ദൈവത്തെ സ്തുതിക്കും. വാസ്തവത്തില് ഒത്തിരി വാക്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 വാക്യം പഠിച്ചാൽ മതി ഒരാൾക്ക് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാം. എന്താ 4 വാക്യം? 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ 6 പ്രാവശ്യം പരിശുദ്ധാത്മാവ് മോശയിൽ കൂടെ എഴുതിയത് ദൈവം ദൈവം ദൈവമെന്നാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങി 5-ാം വാക്യത്തിൽ ദൈവം നല്ലതെന്ന് കണ്ടു എന്ന് വരുന്നത് വരെ 6 പ്രാവശ്യം അതിനകത്ത് ദൈവമെന്ന് പറഞ്ഞു. 1-ാം വാക്യത്തിൽ ദൈവമെന്ന് പറഞ്ഞ് 2-ാം വാക്യത്തിൽ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ വ്യാപരിച്ചു. 2-ാമത് ആ പുസ്തകത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം ആരാണെന്ന് യേശു നമ്മളോട് പറഞ്ഞു, ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം.
അപ്പോൾ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, വെളിച്ചമായ യേശു, 3 കാര്യം എഴുതിയിട്ട് പറയുകയാണ്. 4 ദൈവം അത് നല്ലതാണെന്ന് കണ്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും ആത്മാവായ ദൈവവും ഉണ്ടെങ്കിൽ നീ നല്ലതാ, നിന്റെ കുടുംബവും നല്ലതാ, നിന്റെ സഭയും നല്ലതാ. ഒരല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. അതാ നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ഇവിടെ ഉണ്ട്. അന്ധകാരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അധിപതിയുടെ കീഴിലായിരുന്നു നമ്മളൊക്കെ. കൃപയാൽ അതിൻ്റെ അകത്തു നിന്ന് ദൈവം ഈ അത്ഭുത വെളിച്ചത്തിലേക്ക് നമ്മളെ വിളിച്ചു വേർതിരിച്ച സ്നേഹമോർത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഈ ക്രൈസ്തവ ദൈവമക്കൾ ഏറ്റവും അധികം വായിക്കുന്ന പുതിയ നിയമ പുസ്തകത്തിൽ മത്തായി സുവിശേഷകൻ എന്ന ധന്യനായ എഴുത്തുകാരൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കന്യകാജനനം മുതൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ എഴുതാൻ 28 അധ്യായമേ ഉപയോഗിച്ചുള്ളൂ. ഒരല്ലേലൂയ പറഞ്ഞ്. അതിനകത്ത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം രേഖപ്പെടുത്താൻ 28 അധ്യായം മതി. ജനനം മുതൽ ഉയർപ്പ് വരെ. വൈദ്യനായ ഡോക്ടറായ ലൂക്കോസ് ഒരു 3.5 പതിറ്റാണ്ടിൽ യേശുവിൻ്റെ സ്വർഗാരോഹണം തൊട്ട് ആത്മാവ് ലോകത്തിലേക്ക് വന്ന് സഭ സ്ഥാപിച്ചത് തൊട്ട് ഒരു 3.5 പതിറ്റാണ്ട് ആത്മാവ് ചെയ്ത കാര്യമെല്ലാം കൂടെ എഴുതാൻ അപ്പോസ്തല പ്രവൃത്തിക്ക് 28 അധ്യായം മതിയായിരുന്നു. എന്നാൽ ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത കൊരിന്ത്യ സഭയെ ഒന്ന് നന്നാക്കാൻ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ 29 അധ്യായം എഴുതേണ്ടി വന്നു. നിങ്ങളൊരു ഹല്ലേലൂയ പറയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ ഉയർപ്പ് വരെ എഴുതാൻ എത്ര അധ്യായം മതി? 28. യേശുവിൻ്റെ സ്വർഗാരോഹണം തുടങ്ങി ആത്മാവ് പിളർന്നിരിക്കുന്ന അഗ്നിനാവോടെ ഇറങ്ങി വന്നത് തൊട്ട് 3.5 പതിറ്റാണ്ട് അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തി എല്ലാം എഴുതാൻ എത്ര അധ്യായം മതി? 28. പക്ഷെ ഒരു കൃപാവരത്തിന് കുറവില്ലാത്തൊരു സഭയെ നന്നാക്കാൻ പൗലോസ് 29 അധ്യായം എഴുതി മടുത്തപ്പോൾ എഴുതി വെച്ചു, എടാ കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാ, നീയൊക്കെ ഗുണപ്പെട്ടാലും ഇല്ലെങ്കിലും കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് നിർത്തിയേക്കുക. 2ാം വരവ് പ്രസംഗിച്ചല്ല, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആ വാക്യം വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, പൗലോസ് 2ാം വരവ് പ്രസംഗിച്ചല്ല. അതൊക്കെ തെസ്സലോനിക്ക ലേഖനത്തിൽ വേറെ ഉണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് കൊരിന്ത്യ സഭയെ നീ നന്നായാലും നന്നായില്ലേലും കർത്താവ് വരും. ഒരല്ലേലൂയ പറയണം, നല്ല ഹല്ലേലൂയ പറയണം. സഭ ഗുണപ്പെട്ടാലും ഗുണപ്പെട്ടില്ലേലും കർത്താവ് വരും. കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി യോഗത്തിന് വരേണ്ടത് ഫിലിപ്പ് പാസ്റ്ററെ പേടിച്ചല്ല, PC ചെറിയാൻ വരുമെന്നും പറഞ്ഞല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് സ്നേഹം ഉണ്ടേ വന്നാൽ മതി. പാടാൻ പറയുമ്പോൾ കൂടെ പാടുന്നത് പാട്ടുകാര് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതുകൊണ്ടല്ല, കർത്താവിനോട് സ്നേഹം ഉണ്ടേ പാടിയാൽ മതി. കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും അടിക്കുന്നതുകൊണ്ട് കൂടെ അടിക്കുകയല്ല, കർത്താവിനോട് സ്നേഹം ഉണ്ടേ കൈയടിച്ചാൽ മതി. ഹല്ലേലൂയ പറയണം. നിനക്ക് ആരാധിക്കാനുള്ള പ്രേരണ വരുന്നെങ്കിൽ ഞങ്ങളാരിലും പറഞ്ഞ് ആരാധിക്കണ്ട. നിന്നെ വീണ്ടെടുത്ത, നിനക്ക് വേണ്ടി മറുവില യാഗമായി തീർന്ന, നിനക്ക് വേണ്ടി കാൽവറി പിടഞ്ഞു മരിച്ച യേശുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവത്തെ ആരാധിച്ചാൽ മതി. ഇന്ന് രാത്രി യേശുവിനോട് സ്നേഹമുള്ളവരൊക്കെ ആ കരമൊന്നടിച്ചൊരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഇവിടെ ഉയരേണ്ടത് യേശുവിനോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പൊ എഴുതി നന്നാകത്തില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കാണ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വെറുതെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിലായിരിക്കാം. ലോകം കണ്ടതിൽ വെച്ച് നമുക്ക് ആർക്കെങ്കിലും അടുത്ത ആ സഭയുണ്ടായിരുന്നെങ്കിൽ പോയി മെമ്പർഷിപ്പ് എടുക്കാൻ കൊള്ളാവുന്ന സഭയാണ് കൊരിന്തിയിലെ സഭ. എന്താണ് അവരുടെ യോഗ്യത? മക്കളൊന്ന് വായിച്ചോണേ. 5-ാം വാക്യം
ഞാൻ 1-ാം അധ്യായം 5-ാം വാക്യം. 1-5. 1-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. ഒരു സ്തോത്രം പറയണം. ഈ സഭയുടെ ഒരു പ്രത്യേകത, അവരിൽ എന്തുണ്ട്? ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭയാണ്. ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച കർത്താവ് വല്ലവനും നല്ലവനായിരുന്നു, ഈ ആഴ്ചയിലും വല്ലവനും നല്ലവനാണ്, കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണില്ല, അടുത്ത ആഴ്ച വീഴാതിരിക്കാൻ നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സാക്ഷിയല്ല. എന്ന് പറഞ്ഞാൽ ഈ മലബാർ കപ്പയുടെ ഒത കൊടുത്ത് പാടാന്തോടന്മാർ നിർത്തിയേക്കുന്നിട്ട് സഭ ഒത വലിച്ചാൽ ഇവൻ വീഴും, അങ്ങനത്തെ സാക്ഷിയല്ല ഇത്. അവർ ക്രിസ്തുവേശുവിൻ്റെ പറഞ്ഞില്ല, ഇവർ ക്രിസ്തുവേശുവിൻ്റെ സാക്ഷ്യമുള്ള സഭ. 2-6 വാക്യം. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായ സഭ. ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭ, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായ സഭ. 3. അടുത്ത വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. ഇന്ന് രാത്രി ഇവിടെ ഭൂതമിളകിയാൽ ഭാര്യാപുരത്ത് പോയി അച്ചാനെ കൊണ്ടുവരണ്ട. സഭയ്ക്കകത്ത് ആളുണ്ട്, കൊരിന്ത്യ സഭയിൽ. ഹലോ, ഇനി ഇവിടെ ഇതിനെ പാമ്പ് കടിച്ചു കൊണ്ടുവന്നാൽ വിഷമിക്കേണ്ട. തീക്കകത്ത് പാമ്പിനെ കൊണ്ടുവന്ന് പൗലോസിന്റെ സാന്നിധ്യത്തിലുള്ള ആൾ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കൊരിന്ത്യ സഭയ്ക്ക് പുറത്തുനിന്ന് ആരെയും പ്രവചിക്കാനോ വെളിപ്പാട് കാണാൻ കൊണ്ടുവരേണ്ട ഒരു കൃപാവരത്തിനും. അതാ പറഞ്ഞു, ഇവിടെ കാണാമായിരുന്നു, ഞാൻ വന്ന് മെമ്പർഷിപ്പ് എടുത്തേനെ. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭ. വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇതിൽ കൂടുതൽ യോഗ്യത വേണോ? അവരുടെ കാത്തിരിപ്പ് മുഴുവൻ വിസ കിട്ടാനല്ല, കൊച്ചിന് PR അടിക്കാനല്ല, ചെറുക്കന്റെ കല്യാണം നടക്കാനല്ല, കോടതി വിധി ഡൈവേഴ്സിന് കൊടുത്താൻ അനുകൂലമായി വരാനല്ല. ഹലോ, ഇപ്പൊ ബന്ധുക്കോസുകാരൻ പ്രാർത്ഥിക്കുന്നേ, വക്കീലിന്റെ മനസ്സ് മാറ്റണേ, ജഡ്ജി ഞങ്ങൾക്ക് അനുകൂലമായി വിധിക്കണേ, ഇന്ന് തന്നെ ഡൈവേഴ്സ് കിട്ടണേ, അതൊന്നുമല്ല. ഇവരുടെ കാത്തിരിപ്പ് എന്നാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ. നല്ലൊരു ഹല്ലേലൂയ പറയണം. നോക്കിക്കേ, ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭ, ദൈവവചനത്തിന് നല്ല പരിജ്ഞാനമുള്ള സഭ, ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത സഭ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന സഭ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കകത്ത് ഇപ്പോൾ 5 ഗ്രൂപ്പ്. പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, യേശുവിന്റെ പക്ഷം. 4 ഗ്രൂപ്പ്. 4 ഗ്രൂപ്പിലും പെടാത്ത നമ്മളെ പോലെയുള്ള നിഷ്പക്ഷമതികൾ. 5ാമത്തെ ഗ്രൂപ്പ് നിഷ്പക്ഷ ഗ്രൂപ്പ്. അവരെയാണ് പേടിക്കേണ്ടത്. അവർ 5 ഗ്രൂപ്പിലും ഫോൺ വിളിക്കും. എന്നിട്ട് പറയാം, അച്ഛാ ഞാൻ വിളിച്ചെന്ന് എന്ത് ചെയ്യരുത്, പറയരുതെന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ അടിയിൽ കൂടെ പണി മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പുണ്ട്? നിങ്ങളുടെ കാര്യമല്ല, ഞാൻ കൊരിന്ത്യ സഭയിലെ കാര്യം പറഞ്ഞു വരിക. എനിക്കൊരു ദൂത് പറയാനുണ്ട്, അതുകൊണ്ട് ഒന്ന് സ്വതന്ത്രം പറയണം. നോക്കി, 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത് എത്ര ഗ്രൂപ്പായി? 5 ഗ്രൂപ്പ്. പൗലോസിന്റെ ഗ്രൂപ്പ്, അപ്പല്ലോസിന്റെ ഗ്രൂപ്പ്. ഇപ്പൊ ജനറൽ കൺവെൻഷൻ ആദ്യത്തെ ആഴ്ച അപ്പല്ലോസിന്റെ സഭക്കാർ, അവരുടെ ആൾക്കാർ മാത്രം യോഗത്തിന് വരും, അവർ പാടാൻ കയറും, അവർ പ്രസംഗിക്കും, അവർ പോവും. പിറ്റേ ആഴ്ചയിൽ പൗലോസിന്റെ പക്ഷക്കാർ വരും. ജനറൽ കൺവെൻഷനൊക്കെ അങ്ങനെ ആയി. സ്തോത്രം. പണ്ട് സഭായോഗത്തിൽ അടുത്ത വർഷം ബൈബിൾ കോളേജിൽ പോകുവാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ, വടക്കേ ഇന്ത്യയിൽ പോകുവാൻ സമർപ്പണമുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞൊക്കെ മാറിയിട്ട് ഇപ്പോൾ അടുത്ത പ്രാവശ്യം MLA ആകാനുള്ളവർ എഴുന്നേക്കാൻ പറയുന്ന കാലത്തിലേക്ക് വന്നു. പണ്ട് ഈ അടുത്ത വർഷം നമ്മുടെ ബൈബിൾ കോളേജ് ജനുവരി മാസം കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ ഫെബ്രുവരി 1-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാനുള്ളവർ എഴുന്നേക്കാൻ പറയുമ്പോൾ നല്ല യൗവനക്കാർ എഴുന്നേക്കുമായിരുന്നു. ഇപ്പൊ പിള്ളേരില്ലാത്തതുകൊണ്ട് ബംഗാളിൽ നിന്ന് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ കൂട്ടത്തിന് ഇപ്പൊ എത്ര സഭയാ, എത്ര ഗ്രൂപ്പായി? 5 ഗ്രൂപ്പായി. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്കകത്ത് ആത്മീകന്മാർ പോയി, പ്രാകൃതന്മാർ കയറി. ആര് കയറി?
പ്രാകൃതന്മാർ. നിങ്ങളുടെ ഇരിപ്പുകൊണ്ട് എന്നെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നവരെ ഞാനങ്ങ് പൊക്കോളാം, കുഴപ്പമില്ലെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇത് പറയാനും കുറെ വല്യപ്പന്മാർ ശേഷിക്കുന്നുണ്ടല്ലോ. ഒരലലിയെ പറഞ്ഞാട്ട് ഈ രാത്രി ഞാൻ നിങ്ങളെ ഇളക്കി മറിക്കാൻ വന്നൊന്നുമല്ല, നീ ഗുണപ്പെടണമെന്ന് പറയാൻ വന്നതാ, നീ മാനസാന്തരപ്പെടണമെന്ന് പറയാൻ വന്നതാ. സന്തോഷമുണ്ടെങ്കിൽ മാത്രം കൈ ഒന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് സഭ ഇന്ന് രാത്രി ക്രിസ്തുവിലേക്ക് മടങ്ങി വരാൻ. ഓ റബലബ ശാന്തരാധരാജന. ആത്മികന്മാര് പോയി, പ്രാകൃതന്മാര് സഭയ്ക്കകത്ത് കയറി. 5-ാം അധ്യായം വന്നപ്പോഴത്തേന് വെളി പറയാൻ കൊള്ളാത്ത, പ്രസംഗിക്കാൻ കൊള്ളാത്ത, വായിക്കാൻ കൊള്ളാത്ത കാര്യം ദുർനടപ്പുകാർ സഭയ്ക്കകത്ത് കയറി. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവര് സഭയ്ക്കകത്ത് കയറി. 6-ാം അധ്യായം ഒന്ന് വായിച്ച മക്കളെ, 6:1. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ. സഭ ഇപ്പൊ അഭക്തന്മാരുടെ മുമ്പിൽ കോടതി വ്യവഹാരത്തിന് പോയി. 6-ാം അധ്യായം 59-ാമത്തെ ജനറൽ കൺവെൻഷൻ കേസ് 59, 102-ാമത്തെ ജനറൽ കൺവെൻഷൻ കേസ് 102. കൺവെൻഷന്റെ എണ്ണം പോലാണ് കേസ്. കുരിന്തിയിലെ സഭയുടെ കാര്യം, നമ്മുടെ കാര്യമല്ല കേട്ടോ, വിഷമിക്കല്ല. ഒരലരിയെ പറഞ്ഞേ, മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഗുണപ്പെടണം. ഈ 4-ാമത്തെ രാത്രിയിൽ നീ മാനസാന്തരപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് മടങ്ങി വന്ന് യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുവാൻ ഇതിനകത്ത് സന്തോഷമുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആത്മാവി രാത്രി ജനത്തോട് ഇടപെടുകയാ. ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി വന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു എഴുന്നേറ്റായിട്ട് ദയവായിട്ട് മുന്നോട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വന്നതല്ല. നീ പഞ്ചായത്തിൽ മത്സരിച്ചാലും എനിക്ക് വിരോധമില്ല. പക്ഷെ സഭയ്ക്കകത്ത് പഞ്ചായത്തില്ല, സഭയ്ക്കകത്ത് മുനിസിപ്പാലിറ്റി ഇല്ല, സഭയ്ക്കകത്ത് ജില്ലാ കൗൺസിലില്ല, കൗൺസിലിനകത്ത് അസംബ്ലി ഇല്ല. സഭയ്ക്കകത്ത് കർത്താവ് പണിയുന്ന സഭ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി സഭ എന്ന് പറയുന്നത് എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത തന്റെ കാന്തയായ മണവാട്ടിയെ ചേർക്കുന്നത് കർത്താവിന്റെ സഭ. സന്തോഷമുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് സഭ ഇന്ന് രാത്രി എന്തെന്നറിയാതെ പോകുന്ന എല്ലാ മാനദണ്ഡങ്ങളെ മാറ്റിക്കൊണ്ട് സഭയെ പരിശുദ്ധാത്മാവ് നടത്തണം. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും വിചാരിച്ച ഒന്നും തമ്പുരാൻ നമ്മുടെ റൂട്ട് മാറ്റുമെന്ന് ആരും വിശ്വസിക്കരുത്. ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം. സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ട് ഓടിയ ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ഒരാഴ്ച, ഒരു മാസമൊക്കെ ഓടി, ഒരു 7-21 ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. പക്ഷെ ഒരു വിഷയത്തിന് പുറത്ത് 40 വർഷം തിരിഞ്ഞു നോക്കാതെ ഓടിയൊരു പുള്ളിയുണ്ട്. മാരത്തോൺ ഓട്ടം. മോശയാണ്. 40 വർഷം വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. 40 × 365 ഒറ്റ ഓട്ടമാണ്. 40 വർഷവും മരുഭൂമി തന്നെയായിരുന്നു. പക്ഷെ ഓടി 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 40-ാമത്തെ വർഷം കൃപയാൽ മരുഭൂമിക്ക് അപ്പുറത്തെത്തി. അങ്ങനെ എഴുതിയേക്കുന്നേ. ഒരു ദൂതെനിക്ക് പറയാനുണ്ട്, എന്നും നീ മരുഭൂമിയല്ല, നീ ഓടി എന്നെങ്കിലും നീ മരുഭൂമിക്ക് അപ്പുറത്തെത്തും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. 40 വർഷം ഓടിയവൻ ഓടി ഓടി മരുഭൂമിക്ക് അപ്പുറത്തെത്തി. അവിടെ എത്തിയപ്പോ ഒരപൂർവ കാഴ്ച, ഒരപൂർവ കാഴ്ച. മുള്ള് കത്തുന്നു, തീയുണ്ട്, പക്ഷെ മുള്ള് വേഗത. ഒരപൂർവ കാഴ്ച. ഇന്നലകളിൽ കണ്ട തീയെല്ലാം എന്തിൻ്റെ മേലെ കത്തിയോ അത് ദഹിപ്പിക്കുന്ന, പക്ഷെ ഇത് ദഹിക്കുന്നില്ല, തീ കത്തുക. ഇതെന്താണെന്നറിയാൻ പുള്ളി അങ്ങോട്ട് ഓടി. 2-ാമത്തെ ഓട്ടം ഓടി മോളിച്ചെന്ന് തമ്മിലെ പറഞ്ഞു വടി താടിയിടാന്ന് പറഞ്ഞു. താടിയിട്ടപ്പോൾ അത് പണം ഉയർത്തിയൊരു പാമ്പായി. പുള്ളി ഇങ്ങോട്ട് ഓടി. സ്തോത്രം. ഓടുന്നോ ജീവിതകാലം മൊത്തം ഓടിക്കൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞില്ല. 40 വർഷം മരുഭൂമിയിലോടി, തീ കണ്ടപ്പം മേളിലോട്ടോടി, പാമ്പിനെ കണ്ടപ്പം ഇങ്ങോട്ട് ഓടി. അതുകൊണ്ട് തമ്മിലെ പറഞ്ഞു നിൽക്കേ മതി, ഈ ഓട്ടം നിർത്ത്. നീ ചുമ്മാ ഇങ്ങനെ പരവേശം പിടിച്ച് ഓടിയിട്ട് കാര്യമില്ല. നീ എൻ്റെ വാലെ പിടിച്ചേ. പുള്ളി വാലെ പിടിച്ചപ്പം അത് വീണ്ടും വടിയായി. ദൈവം പറഞ്ഞു മോനെ ഇത്രയേ ഉള്ളടാ പ്രശ്നം. നിന്നെ പേടിപ്പിക്കുന്ന ഈ പരിപാടിയിലൂടെ ഇത്രയേ ഉള്ളൂ. നീ പേടിക്കുന്ന പറവോൻ നീ പിടിച്ച കയ്യിലൊതുങ്ങും. നീ പേടിക്കുന്ന ഇസ്രായേൽ, നല്ല സ്വത്രം പറയണം, നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു പ്രശ്നമില്ലെന്ന്
ഈ രാത്രി വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നീ ഓടി എത്തിയത് ദൈവത്തിന്റെ അടുക്കലാണെങ്കിൽ കുഞ്ഞെ, നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു പ്രശ്നമില്ല. ആ പ്രശ്നം ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ കയ്യിൽ ഒതുക്കും. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നീ പരവേശം പിടിച്ചോടണ്ട. നീ പുതുപ്പള്ളിലെ വസ്തു വിട്ട് റാന്നി വരുമൊന്നും വേണ്ട. റാന്നിയിലെ വിട്ട് നീ കുമ്പനാട്ടും പോകണ്ട. അവിടെ ഇതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. നീ ഓടണം, നീ നിൽക്കവിടെ. നീ ആ പ്രശ്നത്തെ കണ്ട് പേടിക്കുക. ഇന്ന് രാത്രി കത്തിയ തീന്ന് പ്രാപിച്ച ശക്തി കൊണ്ടൊന്ന് പിടിച്ചാൽ നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു പോരിൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറയെ വെല്ലുവിളിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ, നിന്റെ മിനിസ്ട്രിയെ വെല്ലുവിളിക്കുന്ന സകല പോരുകളെ ഇന്ന് രാത്രി നിന്റെ കൈക്കകത്ത് ഒതുക്കാൻ കഴിവുള്ള ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ മോശ ജനത്തെ പിടിപ്പിച്ചോണ്ട് വന്നപ്പോൾ അതിനെക്കാട്ടി വലിയ പ്രശ്നം. പട ഓടിച്ച് പന്തളത്തിൽ വന്നപ്പോൾ അതിനെക്കാട്ടി പ്രശ്നം എന്ന് പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ പർവ്വതം, പുറകിൽ ആയുധധാരിയായ പർവ്വന്യ സൈന്യം, മുമ്പിൽ ഒരിക്കലും മാറാത്ത ചെങ്കടൽ. സ്തോത്രം. പക്ഷെ തമ്പുരാൻ മരിച്ച റൂട്ട, ചെങ്കടലുണ്ടെന്ന് പറഞ്ഞ് റൂട്ട് മാറ്റത്തില്ല. പർവ്വന്യ സൈന്യം പുറമെന്ന് പറഞ്ഞ് റൂട്ട് മാറ്റത്തില്ല. രണ്ട് പർവ്വതം ഉണ്ടെന്ന് പറഞ്ഞ് തമ്പുരാൻ വരച്ച റൂട്ട് മാറ്റത്തില്ല. ആ വഴിയെ നിന്നെ വിടും. പിന്നെന്നോ ചെയ്യും തമ്പുരാൻ? ഹലോ, പിന്നെന്നോ ചെയ്യും? ഒരു ചെറിയ കാറ്റ് നിനക്ക് വേണ്ടി ഒരു 3 മണിക്കൂർ സമയം കടൽ ഉണ്ടാക്കി തരും. വഴി തുറന്നാ പോരെ? ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. 3 മണിക്കൂർ കേട്ടോ. 30 ലക്ഷം ജനത്തെ അക്കരെ കടത്താൻ അർദ്ധരാത്രിയിൽ കാറ്റടിച്ചു. കാറ്റ് പ്രഭാതയാമത്തിൽ മാറി. 3 മണിക്കൂർ കൊണ്ട്, ഒരു യാമം കൊണ്ട് കടൽ രണ്ടായി. ജനത്തെ അക്കരെ കയറ്റി. കടൽ പിന്നെ ഒന്നിപ്പിച്ചു. ഒരു സ്തോത്രം പറയണം. നിന്റെ മുമ്പിലെ പ്രശ്നം ഇത്രേ ഉള്ളൂ. നീ അത് തിരിച്ചോടല്ലേ, ഇറങ്ങിയത് അബദ്ധമാണെന്ന് പറയല്ലേ. നീ മുൻപോട്ട് തന്നെ പോ. ഒരു കാറ്റടിപ്പിച്ച് ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിലെ ചെങ്കടലിനെ ഒരു യാമം കൊണ്ട് മാറ്റിയിട്ട് വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. അസാധാരണമായ ചില വഴികൾ ഈ രാത്രി ദൈവം തുറക്കുകയാ. ആത്മാവിന്റെ കാറ്റടിച്ചാൽ പരിഹരിക്കപ്പെടാത്ത വിഷയമില്ല. ഓ റബലമനരബ ശബ്ദരാധന റൗഷ സൈഡരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആയുധം കൊണ്ട് പുറകെ വരട്ടെന്നേ. നീ അതൊന്നും കണ്ട് പേടിക്കണ്ട. നീ തുറന്ന വഴി അക്കരയ്ക്ക് പൊക്കും. ബാക്കി അവനെ നടുക്കൊണ്ട് വന്ന് മൂടുന്ന പരിപാടിയൊക്കെ ദൈവത്തിൻ്റെയാ. നീ ഇന്ന് രാത്രി ശത്രുവിനെ കണ്ട് പേടിക്കല്ല. പിന്നെ ഒരു കാര്യം ഈ രാജാക്കന്മാരോട്, ഫറവോന്യ ശക്തിയോട് എനിക്ക് പറയാനുണ്ട്. രക്തത്തളി ആചരിച്ച് പോകുന്ന ജനം പൊക്കോട്ടെന്ന് വെക്ക്. നീ പുറകെ പോയി പണി മേടിക്കല്ലേ. സ്വതന്ത്രം പറഞ്ഞില്ല. വീണ്ടെടുക്കപ്പെട്ട ജനം പൊക്കോട്ടെ. അവരക്കരെ പോയി മരുഭൂമി പോയി ആരാധിച്ചോട്ടെ. അവൻ്റെ പുറകെ നിനക്ക് കുതിരയുണ്ട്, രഥമുണ്ട്, അധികാരമുണ്ട്, നീ പ്രസിഡന്റാ, നീ സൂപ്പറണ്ടാ, നീ എന്തൊക്കെ പറഞ്ഞ് പുറകെ പോയിട്ട് നീ പണി മേടിക്കല്ലേ. പുറകെ പോയവനെ മൊത്തം തമ്പുരാൻ കടലിൽ മൂടി. ഇന്ന് രാത്രി ആരാധിക്കുന്നവന്റെ പുറകെ പോകരുത്. അഭിഷേകമുള്ളവന്റെ പുറകെ നീ പോകരുത്. നീ പോയിട്ട് പണി മേടിക്കരുത്. അവനെ വെറുതെ വിട്. അവനെ ഇറക്കിയത് ദൈവമാണെങ്കിൽ അക്കരെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച് അഭിഷേകത്തോടെ ആത്മനിറവോടെ പുതുപ്പള്ളി അറിയട്ടെ. ഇവിടെ പെന്തക്കോസ്തുകാരുടെ യോഗമാണ്. ഓ രമനജാല വൈഡമാന ദിഗര രഗദ രൗഷ രമനകൾ കനാദന. ഹല്ലേലൂയ. ഈ പട്ടണം അറിയണം, ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമാണ്. ഹല്ലേലൂയ. ഇത് മിണ്ടാതിരിക്കുന്നവരുടെ യോഗമല്ല, ഇത് ആത്മാവ് പ്രാപിച്ചവന്റെ യോഗമാണ്. ഈ പട്ടണം അറിയണം. ഇന്ന് രാത്രി പട്ടണത്തെ മൂടി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഈ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പട്ടണം വിട്ടുമാറിയിട്ട് നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ വരുത്തെന്ന് പറഞ്ഞ ചില ദുർമരണങ്ങളെ മാറ്റി, ചില അപകടങ്ങളെ മാറ്റി ഈ രാത്രി ദൈവ സൗഖ്യം പകരുകയാ. ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഞെട്ടി മാറിക്കൊണ്ടിരിക്കുക. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ പറയാൻ ആത്മാവിനോട് പറയുന്നു. ചില ഇരുട്ടിന്റെ ശക്തികൾ നാളുകളായി പട്ടണത്തെ മൂടി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പൊളിച്ചെഴുതുകയോ.
അപ്പൊ തമ്പുരാൻ വരച്ച വര മാറ്റത്തില്ല. നീ ആ വഴിയെ പോണം, നീ ആ വഴിയെ പോണം. തമ്പുരാൻ വരച്ച വഴിയെ. അതിനകത്ത് ചെല്ലുമ്പോൾ ചെങ്കടലുണ്ട്. ചിലപ്പോൾ ട്യൂമറായിരിക്കും, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, ചിലപ്പം ബ്രെയിൻ ട്യൂമറായിരിക്കും, ചിലപ്പോൾ ലുക്കേമിയ ആയിരിക്കും, ചിലപ്പം വൈറൽ ഫീവർ ആയിരിക്കും, ചിലപ്പോൾ കടഭാരമായിരിക്കും. കടൽ മുന്നിലുണ്ട്. ഹലോ, അത് കണ്ട് തിരിച്ചോടല്ല. നിനക്ക് വേണ്ടി കാറ്റടിക്കും, നിനക്ക് വേണ്ടി കാറ്റടിക്കും. നിന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ വിളിച്ചിറക്കിയ ദൈവം ഒരു കൊച്ചു കാറ്റടിപ്പിച്ചാൽ പരിഹരിക്കാമെന്ന വിഷയമേ ഉള്ളെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ള എത്ര പേരുണ്ട്? നിന്റെ മുമ്പിലെ വിഷയം എത്ര വലുതായാലും ചെങ്കടൽ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നെന്ന് വിചാരിക്കല്ലേ. അടുത്ത സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇവരൊന്ന് ആരാധിച്ചു. ആരാധിച്ചിറങ്ങിയപ്പോൾ കുടിച്ച വെള്ളം കയ്പുള്ള വെള്ളമാണ്. പ്രീസറോ 400 വർഷം കയ്പ് അനുഭവിച്ചേച്ച് വന്നവനാ. എന്നാ പിന്നെ രക്തത്തോളി ആചരിച്ചിന് കയ്പില്ലാത്തൊരു പരിപാടി കൊടുക്കണ്ടേ? കൊടുത്തില്ല. വയറും വായും ഒന്നിച്ച് കഴിച്ചു. പേടിക്കണ്ട, ഒരു കമ്പ് മുറിച്ചിട്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞില്ല. നീ ആരാധിച്ചു കഴിഞ്ഞ് വെളിപ്പെട്ട കയ്പ് മാറാൻ ആത്മാവ് നിയോഗിക്കുന്ന ഒരു കമ്പ് മുറിച്ചിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളെന്ന്. ഇന്ന് രാത്രി പ്രശ്നമല്ല വലുത്, നിന്റെ മുമ്പിൽ വെളിപ്പെട്ട ദൈവകൃപയാ വലുതെങ്കിൽ എത്ര പേര് ഈ രാത്രി ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഒന്നും കണ്ട് നീ പിന്മാറി പോകരുത്. നീ കൃപയോടെ ഈ രാത്രി മുന്നേറിയാൽ പ്രൈസ് ദി ലോർഡ്. ഇനി ചെങ്കടലും കഴിഞ്ഞ് 2 പർവ്വതങ്ങളും കഴിഞ്ഞ് പറവോന്റെ സൈന്യവും കഴിഞ്ഞ് മാറായും കഴിഞ്ഞ പ്രശ്നം തീർന്നെന്ന് വിചാരിക്കല്ലേ. അടുത്തത് തീക്കൽപ്പാറയാ. സ്തോത്രം. നീ ടിപ്പർ ലോറിയും JCB കൊണ്ടുവന്ന് ഹാമറും വെച്ച് പാറ പൊട്ടിക്കാനൊന്നും പോകണ്ട. അഭിഷേകമുള്ളവനെ മുമ്പ് നിർത്തി ചുമ്മാ ഒന്ന് കൊട്ടിയാൽ, ആ കയ്യിലെ ഉണക്കവടിക്കൊന്ന് കൊട്ടിയാൽ അതിനകത്തുനിന്ന് വെള്ളം ചാടി പുറപ്പെടും. നിന്റെ മുമ്പിൽ വഴി അടഞ്ഞു നിൽക്കുന്ന ചില പോരുകൾക്കകത്തുനിന്ന് ഇതിനകത്ത് നീ പേടിച്ച് മാറരുത്. അതിനകത്തുനിന്ന് വെള്ളം ചാടിച്ച് പുറപ്പെടുവിക്കുവാൻ ദൂത പറയുന്നത് ആത്മാവിന്റെ രാത്രി ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ചില തടസ്സങ്ങൾക്കകത്തു നിന്ന് നിനക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഇന്ന് രാത്രിയിലെ ദൈവത്തിന് വേണ്ടിയത് 40 ദിവസമായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ കണ്ട് കൂടാരത്തിൽ കയറി പാത്തിരിക്കുന്ന ശൗലിനെയും കുറെ ആളുകളെയല്ല, കുറെ ചേട്ടന്മാരെയല്ല, ദൈവത്തിന് വേണ്ടിയ മല്ലനെ വീഴ്ത്തുന്നവനെയാ. ഈ രാത്രി ഇവിടെയുണ്ട് മല്ലൻ. നിന്റെ കൈയടിയിൽ അവൻ വീഴണം, നിന്റെ അഭിഷേകത്തിൽ അവൻ വീഴണം. പട്ടണത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന വ്യാപാരങ്ങൾ ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് വേണ്ടിയത് ബെന്തക്കോസിനകത്ത് കുറെ പേടിത്തൊണ്ടന്മാരെയല്ല ദൈവത്തിന് വേണ്ടിയത്. ദൈവത്തിന് വേണ്ടിയത് സഭയെ മുച്ചും മുടിക്കുന്ന, വെല്ലുവിളിക്കുന്ന ചില ഗോലിയാത്ത മല്ലന്മാരെ എറിഞ്ഞു വീഴ്ത്താൻ കഴിവുള്ള ഒരഭിഷേകം. അഭിഷേകമുള്ളവർ നന്നായി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഞാൻ രാവിലെ നിങ്ങൾക്ക് വേണ്ടി ദൂതൊരുക്കാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പറഞ്ഞു, കുഞ്ഞെ ചില ദുരന്തങ്ങളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു, ചില അകാല മൃത്യുവിനെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു, ചില ആക്സിഡന്റുകളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു, ചില ദുർമരണങ്ങളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞു, ചില മന്ത്രവാദ മണ്ഡലങ്ങളെ ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ 4ാമത്തെ രാത്രിയിൽ സ്വർഗം അത് ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ നോക്കി, തലമുറയെ നോക്കി, നിന്റെ സഭയെ നോക്കി, നിന്റെ മിനിസ്ട്രിയെ നോക്കി വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വ്യാപാരങ്ങളെ സ്വർഗം ഈ രാത്രി അടിക്കുകയോ.
അർത്ഥമാന ബൗഡ റിവല ബല 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 ബ ശൈദരാധരാധരാധര അർദ്ധുരമനകൾ കനദേ ഋഗനേ ഋഗതമനാധുര. ഓ, ഒരു നിമിഷം വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ചേ. ചില ശാപമണ്ഡലങ്ങൾ അഴിയുകയാ, ചില രോഗമണ്ഡലങ്ങൾ അഴിയുകയാ, ചില പൈശാചിക പോരുകൾ അഴിയുകയോ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ രാവിലെ ഇറങ്ങി നോക്കുന്ന രണ്ട് കാര്യമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ രാവിലെ ഇറങ്ങി ഉണർന്നെണ്ണിച്ചറുണ്ണെ ആദ്യം നോക്കുന്നത് മന്ന പൊഴിഞ്ഞൊന്നല്ല. അവരാദ്യം നോക്കുന്ന കൂടാരത്തിന് മേളിൽ നിന്ന് മേഘം പോയൊന്നാണ്. മേഘം പോയാൽ പിന്നെ വെപ്രാളമാണ്. കൂടാരക്കുറ്റി ഊരുന്നു, തകസ് തോലി ചുരുട്ടുന്നു, കാളവണ്ടിയെ കയറ്റുന്നു, യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. രാവിലെ നോക്കേണ്ടത് എന്തുവാ? മേളിൽ സാന്നിധ്യമുണ്ടോ? സാന്നിധ്യം ഇല്ലാതെ നീ എത്ര തുള്ളിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. സാന്നിധ്യം പാൻ അത്രയും സമയമൊന്നും വേണ്ട. കൂടാരത്തിനകത്തിരുന്നുകൊണ്ട് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മിരിയാം ആൻറ്റി, നമ്മുടെ മഹാപുരോഹിതനായ അഹരോനും കൂടെ നാത്തൂൻ്റെ പേരിൽ അച്ചാന് വിരോധനമായിട്ട് സംസാരിച്ചു. ഹലോ, നമ്മുടെ മുഖത്തന്നെ ഒരു മൗളിപ്പ്. ഞാൻ മോശയുടെ കാര്യമാണ് പറഞ്ഞത്. കൂടാരത്തിനകത്ത് അഹരോനും മിരിയാമും മോശയ്ക്കെതിരെ സംസാരിച്ചു. അയാളെ മാത്രമേ ശുശ്രൂഷയ്ക്ക് വിളിച്ചുള്ളൂ, അയക്ക് മാത്രമേ കൃപയുള്ളൂ, അയക്കെ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, അയക്കെ പാടാൻ അറിയത്തുള്ളൂ, ഞങ്ങളും പ്രവാചകനല്ലയോ എന്നൊക്കെ പറഞ്ഞ് പെരയ്ക്കകത്തൊരു ചർച്ച തുടങ്ങാൻ കാരണം നാത്തൂന നിറമാ പ്രശ്നം. സ്തോത്രം. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മേഘം കൂടാരത്തിൽ നിന്ന് മാറി. ഇപ്പൊ പെരയ്ക്കകത്ത് ആത്മാർത്ഥമായ ആങ്ങളെയും പെങ്ങളും ഒന്ന് സംസാരിക്കാമേ മാറുന്ന കേസായത്. മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മനസ്സോട് അമ്മായിമ്മയും മരുമോളും കൂടെ വീട്ടിൽ വൈകിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി, മേഘം പോകും. രാവിലെ നിന്നിച്ച് നോക്കേണ്ടത് മനോരമയുടെ പത്രം വന്നൊന്നല്ല. ഹലോ, ഒട്ടുപാലുണ്ടോ, പാക്ക് പൊഴിഞ്ഞ് വീണോ, തേങ്ങ വീണോ എന്നല്ല നോക്കണ്ടേ. നീ നോക്കേണ്ടത് രാവിലെ മേഘം ഉണ്ടോന്നാ. ഓരോ വിശ്വാസി രാവിലെ നോക്കേണ്ടത് കൂടാരത്തിൽ നിന്ന് സാന്നിധ്യം പോയോ. സ്തോത്രം. മേലോട്ട് നോക്കി സാന്നിധ്യം ഉറപ്പായാൽ നേരെ താഴോട്ട് നോക്കും മന്ന വീണോ. വെളിപ്പെട്ട സാന്നിധ്യം രാവിലെ വല്ല പൊടിച്ചിട്ടുണ്ടോ നോക്കണം. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിന്റെ വാതിക്കൽ തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ടുണ്ടോ എന്ന് നീ നോക്കിയിട്ട് നീ അത് പറക്കണം. അത് പറക്കി ഇടിച്ച് പൊടിച്ച് പുഴുങ്ങി തിന്ന് നീ സകല വിധത്തിലും ആരോഗ്യമുള്ളവനായി മാറണം. ഒരു ബലഹീനനും അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം മേളത്തെ മേഘവും താഴത്തെ മന്നയും അവന്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിയുള്ളതാക്കി മാറ്റിയെങ്കിൽ നിന്റെ ചെരുപ്പ് പഴകല്ല് കേട്ടോ. നല്ല സ്തോത്രം പറഞ്ഞേ. നിന്റെ വസ്ത്രം പഴകല്ല് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സഭ മടങ്ങി വരണം. ഈ സഭയ്ക്കകത്ത് വന്ന ഒരുത്തൻ ബലഹീനായിരിക്കരുത്. നീ ഹല്ലേലൂയ ആങ്ങി തൂമി ഊമനെ പൊടിരിക്കല്ലേ. ഈ രാത്രി സടകുടഞ്ഞെഴുന്നേക്കണം. നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സാക്ഷാൽ സിംഹമായ യേശുവിന്റെ ശക്തിയാ. ഓ റബബ ശംധരെ റൗഷ സൈദരാദര. ഏഴാമധ്യായമൊക്കെ നമ്മൾ പ്രശ്നം അങ്ങ് മാറുക. ഞാനതൊക്കെ പറയാൻ പോയ സമയം പോകും. ഒന്നിലധികം ഭാര്യമാരെടുക്കുക, ബോധിച്ചവരെ ഭാര്യമാരെടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന്, ആകെ നിങ്ങൾ പറഞ്ഞ്, ഓരോരുത്തന് ഓരോ ഭാര്യയും ഓരോരുത്തർക്ക് ഓരോ, നിങ്ങൾക്ക് എന്നാ പ്രയാസം? കുരിന്ത്യലേഖനം പറയല്ലേ, ഓരോരുത്തനും ഓരോ ഭാര്യയും ഓരോരുത്തർക്കും. അല്ലാതെ കഴിക്കാൻ വേണ്ടി ഒഴിയാൻ വേണ്ടി കഴിക്കുമൊന്നുമല്ല. സ്തോത്രം. എന്നിട്ട് എല്ലാവരും എഴുതുന്നത് തൻ്റേതല്ലാത്ത കാരണത്താൽ. പ്രൈസലോ. പിന്നെ ആരുടെ കാരണം? ഞങ്ങളുടെ കാരണം, നടത്തിയവരുടെ കുഴപ്പമാണ്. പ്രൈസലോ. അവരുടെ കാരണമല്ലേ, പിന്നെ നടത്തിയവരുടെ കുഴപ്പമല്ലേ. ഞാൻ അങ്ങോട്ടെങ്കിലും പോകുന്നില്ല, മടങ്ങി വരിക. 10-ാം അധ്യായം വായിക്കണം മക്കളെ, 10-ാം അധ്യായം വായിക്കണം. അത് വായിച്ചാലേ നമുക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു മേഘത്തിൻ കീഴിലായിരുന്നു.
എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും സ്നാനപ്പെട്ടു, സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും പരിശുദ്ധാത്മാവിലും വെള്ളത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് ഒരേ ആത്മീക ആഹാരം ഭക്ഷിച്ചു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ഉറക്കെ പറഞ്ഞേ, ഇസ്രായേലിനെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാക്യം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, വായിച്ചോണ്ടിരിക്കല്ലേ. നിങ്ങളുടെ പുസ്തകമാണ്, എൻ്റെ പുസ്തകമല്ല. ആ മോടെ കയ്യിലെ പുസ്തകമാണ്, നിങ്ങളുടെ കയ്യിലെ പുസ്തകമാണ്. എൻ്റെ പുസ്തകം ചുമ്മാ തുറന്നു വെച്ചേക്കുന്നതേ ഉള്ളൂ. ആ പുസ്തകത്തിലെ വാക്യം ആരും കീറിക്കളയത്തില്ല, വീട്ടിൽ ചെന്ന് വായിക്കണം. ഈ കുനിഞ്ഞിരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ മയങ്ങിപ്പോവും. ചൂട് സമയമല്ലേ. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് വിളിക്കും. എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാനും ഒക്കത്തില്ല, ഈ പ്രായമല്ലേ. അതുകൊണ്ട് എന്നെ നോക്കി ഒരു നല്ല അല്ലിയെ പറഞ്ഞ് ആ സഹോദരി വായിച്ചോളും, നിങ്ങളത് കേട്ടാൽ മതി. ഇപ്പം നോക്കിക്കൊണ്ടിരിക്കല്ലേ. എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞ്, അവർ മേഘത്തിലും വെള്ളത്തിലും സ്നാനമേറ്റു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. ഒരു നിമിഷം ഒന്ന് ചോദിച്ച ദൈവത്തോട്, കർത്താവേ, 59 വർഷമായി ഞാൻ നിന്നെ സേവിക്കും. ഇനി എണ്ണം കുറച്ചോ, 30, 20, 15 എത്രയെങ്കിലുമൊക്കെ ആയല്ലോ. എൻ്റെ ജീവിതം നിനക്ക് പ്രസാദമാണോ എന്നൊന്ന് ചോദിച്ചപ്പോൾ മുന്നോട്ട് പ്രസംഗിക്കുന്നതല്ലേ നല്ലേ? ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിന്നെ തള്ളിയിട്ട് കളയുമോ അതോ നിന്നെ കൊണ്ടുപോകുമോ? അതെൻ്റെ പാസ്റ്റർ, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിശ്ചയമായിട്ട് ഞാൻ പോകും. എൻ്റെ ഭാര്യയുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ ഭർത്താവിൻ്റെ എനിക്കറിയത്തില്ല, എൻ്റെ പിള്ളേരെ, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഞാൻ പോകും എന്നുറപ്പുള്ളവരൊരു അല്ലേലിയെ പറഞ്ഞ് അതിനായി യോഗം വെച്ചേക്കുന്നത്. നീ ഇന്ന് രാത്രി പോകുമെന്ന് ഉറപ്പ് പ്രാപിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഏത് കൈകൊണ്ട് മിസ്രയീമിനെ വിടുവിച്ചോ ആ കൈകൊണ്ട് മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു. ദൈവം ഒരു ക്രൂരനാണോ? ഒന്ന് ശ്രദ്ധിക്കണേ, തെറ്റിദ്ധരിക്കല്ലേ. മരുഭൂമിയിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഏത് കൈകൊണ്ട് ജനത്തെ വിടുവിച്ചോ, ഏത് കൈകൊണ്ട് വീണ്ടെടുത്തോ ആ കൈകൊണ്ട് തന്നെ വീണ്ടെടുത്തവനെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇത് 59ാം ജനറൽ കൺവെൻഷൻ നടക്കുന്ന ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. സന്തോഷമുണ്ട്, സ്വോത്രം പറയണു. ഞങ്ങളുടെയാണ് ഞാൻ ചൊവ്വാഴ്ച അവിടെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ, 103ാമത് കൺവെൻഷനുള്ള ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ തള്ളപ്പെടുമോ, നീ ചേർക്കപ്പെടുമോ? നീ എടുക്കപ്പെടുമോ, നീ ഉപേക്ഷിക്കപ്പെടുമോ? ഈ രാത്രി ചിന്തിക്കണം. വായിച്ച മകൾ, അതിന് 12 വരെ വായിച്ചാലേ നമുക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. ഒന്ന് വായിച്ചേര്. എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അവര് ഒന്നാമത് ചെയ്ത പാപം അവരെന്ത് ചെയ്തു? മോഹിച്ചു. അവര് മോഹിച്ചതുപോലെ നമ്മൾ ആരാകരുത്? ദുർമോഹികളാകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. യെരിഹോവിൻ്റെ കോട്ട ഇടിയാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്ന് അനുസരിച്ചാൽ മതി. കാഹളം മുഴുന്ന പുരോഹിതന്മാരും മിന്നൽ, തൊട്ടുപുറകില് ദൈവത്തിൻ്റെ ദാസന്മാർ, പെട്ടകം, അതിൻ്റെ പുറകിൽ ദൈവജനം. ഒരു 7 പ്രാവശ്യം മിണ്ടാതെ പോവുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ പോവുക. സ്തോത്രം. 7ാമത്തെ ദിവസം ഒരു 7 റൗണ്ട് ഒന്നിച്ച് കറങ്ങും, അന്നേരം മിണ്ടണ്ട. 13ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഒരൊറ്റ ആർപ്പുവിളി. പണ്ട് ബന്ധിക്കോസുകാർ പറയുന്ന ഒരൊറ്റ ഹല്ലേലൂയ.
പണ്ട് ബന്ധിക്കോസുകാർ പറയുന്ന ലജ്ജയില്ലാത്ത ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ പിന്നെ ആ സാധനം അവിടെ ഇല്ല. എരികോവിന് കോട്ടയില്ല, എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. സ്തോത്രം പറയണം. നിനക്ക് കടക്കാൻ കഴിയാതെ നീ നിമിത്തം ഉറപ്പാക്കിയ കോട്ടയെല്ലാം കൂടി ഇടിയാൻ നീ ഒന്ന് അനുസരിച്ചാൽ മതി. ഇന്ന് രാത്രി കോട്ട കണ്ട് നീ പേടിക്കല്ലേ. നിന്റെ വാഗ്ദത്തത്തെ തടയുന്ന വ്യാപാരം എത്ര ശക്തമാണെന്ന് പറഞ്ഞാലും നീ ആത്മാവിന്റെ നിയോഗത്തോടെയാണ് സ്റ്റെപ്പുകൾ വെക്കുന്നതെങ്കിൽ ആ പോരിനെ പൂർണ്ണമായി താഴ്ത്തിക്കൊണ്ട് നിന്നെ വാഗ്ദത്തത്തിൽ പ്രവേശിപ്പാൻ. ഹല്ലേലൂയ. അപ്പൊ അവരുടെ മുമ്പില് യെരിഹോ കോട്ട മാറി അകത്ത് കയറുമ്പോൾ യോശുവ പറഞ്ഞ് അകത്ത് കയറുമ്പോൾ ഇഷ്ടപ്പെടുന്ന പല സാധനം കാണും. സ്തോത്രം. എല്ലാം ശബദാർപ്പിതമാണ്. ഒന്നേ തരും തൊട്ടേക്കൽ. പക്ഷെ ഒരു പുള്ളി കണ്ടു, മോഹിച്ചു, എടുത്തു, കുരിച്ചിട്ടു. അതിന് മണ്ടയ്ക്കിരുന്നുകൊണ്ട് പുള്ളി രക്തം ജയം പറഞ്ഞ് ആരാധിച്ചു. മിണ്ടുന്നില്ല. ആകാൻ എടുത്ത് കുഴിച്ചിട്ട് തന്നെ മണ്ടയ്ക്കിരുന്നുകൊണ്ട് സഭായോഗം നടത്തി. റാഗേൽ എടുത്ത് തന്നെ മണ്ടയ്ക്കിരുന്നുകൊണ്ട് അച്ഛനോട് പച്ചക്കള്ളം പറഞ്ഞ് യാത്ര തുടർന്നു. ഒന്നും അങ്ങ് ചെല്ലത്തില്ല. റാഗേൽ വഴി തീർന്നു, ആഹാനും വഴിയിൽ. ഒരു സ്തോത്രം പറയണം. നീ ഇന്ന് രാത്രി മോഹിച്ചെടുത്തത് വല്ലതും ഉണ്ടെങ്കിൽ, ദുർമോഹികളായി എന്ന് പറഞ്ഞപ്പോൾ അവരെ അവിടെ തള്ളിക്കളഞ്ഞു. ഞാൻ വിവരിക്കുന്നില്ല, വിവരിച്ചാൽ നിങ്ങൾക്ക് നോകും, എനിക്കും നോകും. അതുകൊണ്ട് പറഞ്ഞു വിടുക. നിങ്ങൾ എന്നെക്കാട്ടി ബുദ്ധിയും ജ്ഞാനം ഉള്ളവരായതുകൊണ്ട് കാര്യം പിടിവിടും. ഞാൻ വന്നത് നിങ്ങളെ പാട്ട് പാടി സുഖിപ്പിക്കാനോ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാനോ അല്ല, വല്ല വിധേന നിത്യതയിൽ പോകണമെന്ന് പറയാനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണം എന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് വല്ലവിധേനയും ഒരു പുനരുത്ഥാനം ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ അവര് മോഹിച്ചു, ദുർമോഹികളായി തീർന്നു. അടുത്ത വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം യോഗങ്ങളെല്ലാം തീറ്റിയും കൂടിയുമാണ്. സ്തോത്രം. 10 രൂപയുടെ പാസ് എടുക്കണം, പിന്നെ 24 മണിക്ക് കാന്റീനകത്ത്. ഇവിടെ ഭയങ്കര പൊരിഞ്ഞ യോഗം നടക്കും. ഇവൻ കാന്റീനില്ല. ഇപ്പൊ നോട്ടീസിനകത്ത് ഇടും, ചോറുണ്ട് നീ വരണം, എങ്കിലേ ഇവൻ വരൂ. പണ്ട് ചോറില്ലായിരുന്നു, യോഗത്തിന് വരുമായിരുന്നു, നിത്യതപ്പാനായിരുന്നു. ഇനി ഇവിടുത്തെ കാന്റീൻ ഇതെല്ലാം കഴിച്ചാൽ അവൻ തട്ടുകട ചെന്ന് ഡബിൾ ഓംലേറ്റും ദോശയും കഴിക്കും. അങ്ങോട്ട് മാറിയിട്ട് അവന് അൽഫാം കഴിക്കും. ഹലോ. അടുത്ത കടയിൽ ചെന്നിട്ട് അവന് കുഴിമന്തി കഴിക്കും. പിന്നെ ഞാനൊരു ഉപദേശി ദീപന്തക്കോസിന് ഉപദേശിയ അദ്ദേഹം പറഞ്ഞു, നീ എല്ലാം അവിടെ കുഴിമന്തി കഴിച്ചതിൻ്റെ കുഴി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ എടുത്തു പറയാം. ഹലോ. അയ്യോ, തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു. എന്നിട്ടിപ്പം ജനറൽ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം പകൽ യൂത്തിന്റെ വോളിബോൾ, 4 മണിക്ക് ലേഡീസ് പിള്ളേരുടെ ക്രിക്കറ്റ് കളി ഉണ്ടായാലേ ഇപ്പം വരത്തുള്ളൂ. ഹലോ. നിങ്ങൾക്ക് എന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു. പണ്ട് ആരാധിക്കാൻ ഇരുന്നോരാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആരാധനയൊക്കെ പോയി തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിക്കാൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവസഭ കളിക്കളമല്ല. ദൈവസഭ പണക്കാർക്ക് ചാടാനുള്ള സ്ഥലമല്ല. ദൈവസഭ രാഷ്ട്രീയക്കാരുടെ സ്ഥലമല്ല. എന്തിനകത്ത് ശാപമടങ്ങി വരണം. ഇത് കളിസ്ഥലമല്ല. സന്തോഷമുള്ളവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്. ദൈവസഭ കളിസ്ഥലമല്ല. ഇത് കെട്ടിയടച്ച തോട്ടമാകട്ടെ. PC ചെറിയാനെ പ്രസംഗിക്കുന്ന നമ്മുടെയൊക്കെയുള്ളൂ. പക്ഷെ സഭ തുടങ്ങിയോൻ രക്തം കൊടുത്തതാ, പ്രാണനെ കൊടുത്തതാ, വില കൊടുത്തൊരുത്തനുണ്ട്. നിനക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് പോയാ മതി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ 2006 ആദ്യമായിട്ട് അമേരിക്ക. അന്ന് ജോൺ ദാനിയേൽ പാസ്റ്ററാണ് PC നാക്കിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ആ കൺവെൻഷനിലാണ് ഞാനും പ്രസംഗിക്കാൻ ദൈവം ഒരു അവസരം തന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഭയങ്കര മീറ്റിംഗ്, അമേരിക്കയിലെ ഏറ്റവും വലിയ മീറ്റിംഗാണ് PC നാക്കിൻ്റെ മീറ്റിംഗ്. എല്ലാ പെന്തക്കോസ്തുകാരോടും മലയാളികളെ ചേർന്നൊരു മീറ്റിംഗാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് വിശുദ്ധനാകാൻ വേണ്ടി അധികം ബന്ധപ്പെടുകയൊന്നും വേണ്ട. നല്ല അലക്ക് തേക്കാൻ അറിയാവുന്ന ഒരു അലക്കുകാരനും
നല്ലപോലെ മുടി വെട്ടാതെ ഒരു ബോണ്ടുണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാമെന്ന് പറഞ്ഞു. ഹലോ, നന്നായിട്ട് മുടി വെട്ടാൻ അറിയാവുന്ന ഒരു ബാർബറും നല്ല അലക്കി തേക്കാൻ അറിയാവുന്ന ഒരു അലക്കുകാരുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം? അതല്ല സഭ. നിങ്ങൾ ഈ വെള്ളയും വെള്ളയും കാണുമ്പോൾ വിശുദ്ധിയാന്ന് ഓർത്തു പോകല്ല. ഞാനാണെ മുടി തൊട്ട് മൊത്തം വെള്ളയാണ്. സ്തോത്രം പറയണം. ഇതൊന്നുമല്ല വിശുദ്ധിയുടെ അടയാളം. നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രിയിൽ സന്തോഷമുള്ള ദൈവത്തെ ആരാധിക്കണം. നിന്റെ പുറമേയുള്ള വിശുദ്ധി അല്ല വിശുദ്ധി. ഇതിനകത്ത് നിന്റെ അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള ബെന്തിക്കോസുകാർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഏതെങ്കിലും പുറമേയുള്ള ജാടകളല്ല ഇന്ന് രാത്രിയിൽ. നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൽ പ്രാപിച്ച് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നതാകയാൽ ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോഴും ആ രക്തത്തിന്റെ കഴുകൽ നടന്നുകൊണ്ടിരിക്കുക. നിന്നെ ഇന്ന് രാത്രി ഒരു നിർമ്മല ഹൃദയമുള്ളവനാക്കി മാറ്റാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് രാത്രി ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ദാവീദ് പാടിയതുപോലെ ആ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്നുകൂടെ കഴുകണമേ എന്ന് ഈ രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവരിൽ ദുർമോഹികൾ ഉണ്ടായി. അവർ തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അടുത്ത വാക്യം, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. വിഗ്രഹാരാധികളാകരുത്. അടുത്തത്, അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. പരസംഗം ചെയ്യരുത്. അടുത്തത്, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത്, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അടുത്തത്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. അടുത്തത്, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്. ആ വാക്യം നിങ്ങൾ വരയിട്ടോണം. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്ന. അടുത്ത വാക്യം, ആകയാൽ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറയുമോ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, ഭക്തൻ എഴുതി അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും നിൽക്കുന്നുവെന്ന് തോന്നുന്നെങ്കിൽ അവൻ വീഴാതിരിക്കാൻ. എത്ര പേർക്ക് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, ഈ ലോകാവസാനം വന്നിരിക്കുമ്പോൾ ഞാൻ വീണു പോകുവാൻ ഇടയാകരുത് എന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് അടിച്ച് ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ദൈവത്തെ ആരാധിച്ച് വീഴാതെ നിൽക്കുവാൻ നീ കൃപ തരണമേ. Praise the Lord. Praise the Lord. ഒരു ചിന്തകൻ പറഞ്ഞത്, ധന്യനായ പൗലോസ് ശ്ലീഹ ശരീരത്തോടെയോ അല്ലാതെയോ 3-ാം സ്വർഗം വരെ പോയി. അവിടെ ചെന്ന് ഭൂമിയിൽ ഒരു മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ കഴിയാത്ത സ്വർഗത്തിലെ ഭാഷ കേട്ടു. സ്തോത്രം. സഭ എന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മർമ്മം ഗ്രഹിച്ചു. അവിടെ നിന്നുകൊണ്ട് പൗലോസ് അവിടെ നിന്നൊരുത്തനെ കുറിച്ച് ഓർത്തു. അവന്റെ പേര് കെരൂബെന്നാണ്. സ്തോത്രം. 2 ചിറക് കൊണ്ട് കാല് മറച്ചു, 2 ചിറക് കൊണ്ട് മുഖം മറച്ചു, 2 ചിറക് കൊണ്ട് പറന്ന് അവിടെ നിന്ന് ആരാധിച്ചോനാണ്. അവൻ വീണ സ്ഥലം താഴോട്ട് നോക്കി 3-ാം സ്വർഗത്തിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞ, അവൻ വീണതുപോലെ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ. ഹലോ, അവൻ ആരാധിച്ചോടെ നമ്മൾ വല്ലതും ആരാധിക്കുന്നുണ്ടോ? നമ്മൾ ഉപദേശി പറഞ്ഞാലല്ല അവർ ഹല്ലേലൂയ പറയത്തുള്ളൂ. നമ്മൾ പാട്ടുകാർ പറഞ്ഞാലല്ല കൈയടിക്കത്തുള്ളൂ.
അവനൊന്നും വേണ്ട. അവൻ 24 മണിക്കൂറും രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുവനോടൊരുവൻ പറഞ്ഞുകൊണ്ടിരുന്നവൻ താഴെ പോയെന്ന്. അവനെ നോക്കിയിട്ട് നമ്മളോട് പറയാണ്, അവന് പറ്റിയ ഗതികേട് PC ചെറിയാനെ നിനക്ക് പറ്റല്ല. ഹലോ, നീ പ്രസംഗിച്ചോ, പക്ഷെ നീ നിൽക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ നീ സൂക്ഷിച്ചോണം. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞ് വീഴാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്. അതൊന്ന് പറയുന്നത് നല്ലതാണ്. ഹലോ, പിന്നെ യൂദയുടെ പുസ്തകമാ ലേഖനങ്ങളുടെ അവസാന പുസ്തകം, 26-ാമത്തെ പുസ്തകം, 65-ാമത്തെ പുസ്തകം. സ്തോത്രം. ആ പുസ്തകം അവസാനിക്കുന്നത് വീഴാതെ വണ്ണം തൻ്റെ മഹിമയുള്ള സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ എല്ലാവരെയും ആനന്ദത്തോടെ നിർത്തുവാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ വാസ്തവത്തിൽ ആ ലേഖനമെന്ന് പറയുന്നത്, ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഇവിടെ കയറി വരിക എന്ന് പറയുന്നത് അധ്യായമാണ്. നമ്മൾ കയറിപ്പാൻ പോവുകയാണ്. കയറിപ്പാൻ തുടങ്ങുമ്പോൾ ഈ കപ്പൽ കടലിൽ നിന്ന് വരുമ്പോൾ കര വരെ അടുക്കത്തില്ലല്ലോ. അപ്പം അടുക്കാവുന്നൊരു പരിധി വരെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട്. അത് ബസ്സോ കാറോ ലോറിയോ എന്ത് വെള്ളമോ അതിനതുകൊണ്ടൊക്കെ കയറ്റാം. പക്ഷെ അവിടെ വരെ അത് വരത്തുള്ളൂ. അങ്ങോട്ട് പോകുന്ന പോക്കിൽ ഈ കപ്പലിൽ കയറുന്നതിന് മുമ്പേ താഴെ വെള്ളവും വീണാൽ അവൻ്റെ കാര്യം പോക്കാം. 5-6 നില കടലിനടി കപ്പലുള്ളിടത്തോളം വീഴുന്നത്. അപ്പം അങ്ങനെ വീണാൽ രക്ഷപ്പെടാൻ ലൈഫ് ബോട്ടുണ്ട്. അതാ യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകം ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ നീ വീഴാതിരിക്കാനുള്ള ലൈഫ് ബോട്ടാ. ഒടുവിക്കൊണ്ട് നിർത്തുകയാണ്. നീ എന്ത് ചെയ്യരുത് ഒന്ന് പറഞ്ഞേ. വീഴാനൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ നീ വീഴണം. ഒരു 1, 2, 3 വയസ്സുള്ള കൊച്ചു തൊട്ടിയിൽ നിന്ന് വീഴട്ടെ, കട്ടിലേൽ നിന്ന് വീഴട്ടെ, ഡൈനിങ് ടേബിളിൽ നിന്ന് വീഴും, ഒന്നും പറ്റത്തില്ല. ഒന്ന് കാറ് പോന്നേ ഉള്ളൂ. കാറിൽ മാറാനായിട്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് വീണെങ്കിൽ ആ കൊച്ചിനെയൊക്കെ അങ്ങ് മേശയുടെ പോലെ 2 അടി അടിച്ച്, മേശ നീ കൊച്ചിനെ ചെല്ലുന്നു, ഒരു അടി കൊടുത്താൽ മതി, കൊച്ചിനെ കരച്ചിലും. കൈ ഓടിയത്തില്ല, കാല് വിടത്തില്ല. പക്ഷേ 66 വയസ്സുള്ള അമ്മച്ചി ബാത്റൂമിൽ കയറി വീണാൽ ഏണോടി. അത് വീഴേണ്ട പ്രായമല്ല. സ്വോത്രം പറഞ്ഞില്ല. വീഴേണ്ട പ്രായത്തിൽ നീ വീണു. പക്ഷേ പ്രായം കഴിഞ്ഞ് നീ എന്നും എന്ത് ചെയ്യരുത്. സഭ ഇങ്ങനെ വീണ് വരുന്നേറ്റും പോകുന്നതല്ല. മനസ്സിലാന്ന് ഞാൻ വിശ്വസിക്കുക. ഈ ആഴ്ച വീണു, തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ വീണ്, ഞായറാഴ്ച പിന്നെ എഴുന്നേക്കുന്നതല്ല സഭ. സ്വോത്രം പറയണം. പിന്നെ സഭ എഴുന്നേറ്റ് ജയിച്ചു നിൽക്കുന്നതല്ലേ. ജയവീരനായ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുത്തതല്ലേ. സഭ കൂടെ കൂടെ വീഴലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഇവൻ വീഴാൻ കാര്യം എന്നാ? അവൻ നിഗളിച്ചു. അവൻ പറയാണ്, ഞാൻ അത്യുന്നതനോട് സമനാവും. എൻ്റെ കസാറ പുള്ള കസാറ മേളിക്കൊണ്ട് വെക്കും. ഞാൻ മേഘോനർമ്മതയെ കയറും. ഞാൻ ഉത്തരഗിരിയായ സിയോൻ ഇരുന്ന് അരുളും. എന്നൊന്നും പറഞ്ഞില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. തമ്പുരാൻ ഒറ്റവെട്ടിന് 6 ചിറക് അരിഞ്ഞു പോയി. തമ്പുരാൻ വെട്ടിയാൽ പിന്നെ ചിറക് വല്ലതും ഉണ്ടോ? സ്വോത്രം പറയണം. അവൻ വീണ വീഴ്ചയിൽ ഈ ഭൂമി വരെ വെള്ളത്തിൽ താണുപോയി, പാഴും ശൂന്യവുമായി പോയി. അവൻ എവിടെങ്കിലും വീഴുന്ന കുടുംബം താഴും കേട്ടോ. അതുകൊണ്ട് അവൻ വീഴാതിരിക്കാൻ നോക്കിക്കോണം. നിങ്ങളുടെ ഒന്നും വീടിനകത്തോടെ അല്ലല്ലേ പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവൻ നിഗളിച്ച് എന്തോ ചെയ്തു? പിശാച് എന്നോ ചെയ്തു? വീഴാനുള്ള കാരണം എന്തുവാ? നിഗളമാണ്. എന്തുവാ നിഗളം? ജെയിംസ് പാസൊക്കെ ഇല്ലാത്ത എന്തോ എനിക്കുണ്ടെന്ന് തോന്നുമ്പോൾ PC ചെറിയാനുണ്ടെന്ന് സോക്കേടിൻ്റെ പേരാ നിഗളം. അല്ല, എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല, ജെയിംസിൻ്റെ കാര്യം കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിന് ഇല്ലാത്ത എന്തൊക്കെയോ എനിക്കുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ എനിക്കുണ്ടാകുന്ന സോക്കേടിൻ്റെ പേരാണ് നിഗളം. സ്തോത്രം. ഇനി അസൂയ എന്നോ? എനിക്കില്ലാത്ത എന്തോ ജെയിംസിനുണ്ടെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ 2ാമത്തെ സോക്കേടിൻ്റെ പേരാണ്. ഇത് രണ്ടും ഇല്ലാത്തൊരു ഹല്ലേലൂയ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ ഒരല്ലേ പറയണം. ഇന്ന് രാത്രി പറ, നിന്നതല്ല നിർത്തിയതാ. അത് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഈ രാത്രി ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാ. ഉറപ്പുള്ളവര് നന്നായി ദൈവത്തെ ഒന്ന് ആരാധിച്ച്
ഓ റബലമന റബദരദര ദിരകൽകമന വശസൈദരാദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 600,000 പുരുഷന്മാർ എണ്ണപ്പെട്ടു. 600,000 പുരുഷന്മാർ. 20 വയസ്സിന് മേളിലുള്ളവരെ എണ്ണപ്പെട്ട്. നമ്മുടെ പഴയ വോട്ടേഴ്സ് പ്രായം ഇപ്പം നമുക്ക് 18,000 വോട്ട് ചെയ്യാം. 20 വയസ്സിന് മേളിലുള്ളവരെ എണ്ണി 600,000. അവരുടെ ഭാര്യമാരെ, പിള്ളേർ, 20 താഴെയുള്ള പിള്ളേർ, ദാസീദാസന്മാർ എല്ലാം കൂടെ ഒരു 10-30 ലക്ഷം പേര് ഇറങ്ങി കേട്ടോ. പക്ഷെ 2 പേരെ കൃപയാൽ അക്കരയ്ക്ക് പോയുള്ളൂ. യോശുവയും കാലേബും. അവർക്ക് വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു. അവർക്ക് ഊമക്കത്തില്ലായിരുന്നു, വാട്സപ്പില്ലായിരുന്നു, ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, ട്വിറ്റർ ഇല്ലായിരുന്നു, വീട്ടിൽ ചെന്ന് മാന്തിക്കൊണ്ടിരിക്കത്തില്ലായിരുന്നു. അവർ ദൈവത്തോട് പറ്റി നിന്നു. ഒരു സ്തോത്രം പറയണം. അതുകൊണ്ട് 2 പേര് വാഗ്ദത്തത്തിൽ കയറി. ഇന്ന് രാത്രി ഇറങ്ങി തിരിച്ച് എത്ര എന്നല്ല നോക്കുന്നത്, എത്ര പേര് പോകുമെന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പോകുന്നവരുടെ ഗണത്തിലാണ് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഈ രാത്രി ആരാധിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാ. പ്രിയമുള്ളവരെ, കാത്തിരുന്നത് 10 പേരാകട്ടെ. 10 പേരും കന്യകമാരാ, പ്യൂവർ കന്യകമാരാ. 10 പേരും 10 പേരും കാത്തിരിപ്പുകാരാ. 10 പേരുടെയും കൈ വിളക്കുണ്ട്. 10 പേരുടെയും വിളക്കിന് എണ്ണയുണ്ട്. 10 പേരുടെയും വിളക്ക് ഇന്നലെ വരെ കത്തിയതാണ്. അവിടെ എങ്ങും പ്രശ്നങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസമായപ്പോഴത്തേന് അവര് കാത്തിരുന്ന് ചെറിയ മയക്കം പിടിച്ചു. മയക്കം പതുക്കെ ഉറക്കത്തിലേക്ക് നയിച്ചു. ഉറക്കത്തിന്റെ അർദ്ധരാത്രിയായപ്പോൾ ഒരു ആർപ്പുവിളി. മണവാളൻ വരുന്നേ. നമ്മുടെ മണവാളിന്റെ പ്രത്യേകത, നീ ജനലിനകത്തൂടെ 2 ചുടിദാർ കൂട്ടിക്കെട്ടി 2 സാരിയും കൂട്ടിക്കെട്ടി താഴെ ഇട്ടേര്, ഞാൻ കയറി വരാം എന്ന് പറഞ്ഞ മണവാളനൊന്നുമല്ല. സ്തോത്രം പറഞ്ഞില്ല. പിന്നെ 4 പേരറിഞ്ഞാൽ നമ്മുടെ മണവാളം വരുന്നേ. പിന്നെ നമ്മുടെ മണവാളം എന്ന് ലോകം അറിയുമെന്നേ. ഈ ലോകം ഞെട്ടാൻ പോയാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മണവാളം വരുന്നത് ആരും അറിയാതൊന്നുമല്ല, ലോകമറിയും. മണവാളം വരുന്ന കാര്യം വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് അർദ്ധരാത്രിയിൽ ആർപ്പുവിളി ഉണ്ടായി, മണവാളൻ വരുന്നേ. ഹല്ലേലൂയ. അതാ ഈ ദിവസങ്ങളെ പ്രസംഗിക്കേണ്ടേ. മണവാളം വരുന്നു. ആർപ്പുവിളി കേട്ടപ്പോൾ 10 പേര് ഒന്നിച്ചുണർന്നു. സ്തോത്രം. ഉണർവുണ്ടായി, ഭയങ്കര ഉണർവ്. എന്താണ്? അപ്പോൾ 26-ന്റെ ആ 1-ാമത്തെ ദിവസം തന്നെ പറഞ്ഞാൽ 26 വർഷം ഉണർവിൻ്റെ വർഷമാണെന്നൊക്കെ പറഞ്ഞു. അതുണ്ടായി. മണവാളം വരുന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഉണർന്നു. സ്തോത്രം പറഞ്ഞ് നമ്മളെന്തേലും കണ്ട് ബഹളം വെക്കുന്നത് കണ്ട് ഉണർവാന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചേക്കൽ. അച്ഛാ, മീൻ വെള്ളത്തിൽ കൂടെ പോകേണ്ട സാധനം അല്ലേ? അതിനല്ലേ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ അതേതൊരു മത്സ്യങ്ങളെ അത് വെള്ളത്തിൽ കൂടെ പോകും. അപ്പോൾ ഒരു 5 കിലോ ഉള്ളൊരു മീനെ പിടിച്ച് നമ്മൾ കരക്കോട്ടിട്ടെന്നിരിക്കട്ടെ. അത് മേളിലോട്ട് 4 ചാട്ടം, താഴോട്ട് 4 ചാട്ടം, കുറഞ്ഞൊരു പിടച്ചിൽ. ഉടനെ എൻ്റെ 2 ചെകളയ്ക്കാന്ന് വെച്ചാൽ ചോരയും വെള്ളവും എല്ലാം കൂടെ വെള്ളോട്ട് വരും. ഈ ചാട്ടം കാണുമ്പോൾ ഞാൻ പറയാണ്, കണ്ടോ വെള്ളത്തിൻ്റെ ബന്ധനം അഴിഞ്ഞപ്പോൾ ആരാധിക്കുന്നേ കണ്ടോ? ഹലോ, മിണ്ടിയില്ല. വെള്ളത്തിൻ്റെ ബന്ധനം അഴിഞ്ഞപ്പോൾ ഇത് മരണവെപ്രാളമാണെന്ന് ഇവൻ അറിയുന്നില്ല. ചാകാൻ പോവാ സാധനം. അവൻ പറഞ്ഞ വെള്ളത്തിൻ്റെ കെട്ടഴിഞ്ഞെന്ന്. ഓ, കെട്ടഴിഞ്ഞല്ലോ. അപ്പോൾ കൈയടിക്കാൻ കുറച്ച് പേരെ ഇരിക്കുക. ഉടനെ ഈ വായിൽ നിന്ന് ഒഴുകുന്ന ചോരയും ഈളായും പിടിക്കാൻ ഒരു കൊച്ചു ബക്കറ്റും കൊണ്ടുവരും. ഉടനെ പിടിക്കുന്ന കാര്യം ആരും കാണാതിരിക്കാൻ വേറൊരു അമ്മാമ പുതപ്പ് കൊണ്ടുവരുന്നത്, പുതപ്പിക്കാൻ. ഇതെല്ലാം കൊണ്ടാ വന്നത്. പുതപ്പ് കൊണ്ടൊരാൾ, ബക്കറ്റ് കൊണ്ടൊരാൾ. ഹലോ, ആ മരണവെപ്രാളത്തിൽ വാ തുറന്നപ്പോൾ ചിരിക്കാന്നുള്ളത് ഇതറിയ ആളുകളെ ഉണക്കുന്നത് ചിരിക്കുക. ഒന്നും മിണ്ടുന്നില്ല. ഇതൊന്നും ഉണർവല്ല കേട്ടോ. ഈ വ്യവസ്ഥയില്ലാത്ത ഒന്നിൻ്റെയും പുറകെ നീ പോകരുത്. നീ ഇന്ന് രാത്രി കൃപ നിന്നോണം. കൃപയ്ക്കകത്ത് പഥ്യമുണ്ട് കേട്ടോ. പിന്നെ ഇത് വിശുദ്ധന്മാരുടെ കൂട്ടമാ.
ഇത് അപ്പോസ്തലന്മാര് എഴുതി വെച്ച ലേഖനങ്ങൾ പഠിപ്പിക്കുന്ന സഭയെന്ന് പറയുന്നത് ആരിലും ഒത്തപോലെ കൊണ്ടുവന്നതല്ല, എവിടെങ്കിലും പഠിച്ചേച്ച് വന്ന ഏതെങ്കിലും കട്ടിറക്കുന്നതല്ല. സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വേല കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമാ സഭ. ഈ രാത്രി ആ സഭയ്ക്കകത്തുള്ളവരൊക്കെ കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് എല്ലാം ഒന്നും സഭയല്ല. ഓ രക്തത്താലേ ജയം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, നീ എല്ലായിടത്തും പോയി കർത്തൃ മേശയ്ക്ക് വാപൊളിക്കൊന്നും ചെയ്യല്ല. ഭൂതങ്ങളുടെ മേശയുണ്ട്, കർത്താവിൻ്റെ പാറ. നിങ്ങൾക്ക് തന്നെ എന്നോടൊരു ദേഷ്യം പോലെ. ഞാൻ ഇതെല്ലാം കൊരിന്ത്യലേഖനത്തിലെ കാര്യം പറഞ്ഞങ്ങ് വിടുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, സഭ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിച്ചു, 3 കൂട്ടരേ ലോകത്തിലുള്ളൂ. ആകെ 3 കൂട്ടരേ ഉള്ളൂ. ഒന്ന്, അന്തിരനെ ഇന്ദ്രനെ വകവെക്കാത്ത അബ്രഹാമിൻ്റെ കൊച്ചുമക്കളായ ഇസ്രായേൽ. ഓരോരുത്തനെയും വകവെക്കത്തില്ല. ഇനി ട്രംപും പുട്ടിനും എല്ലാം കൂടെ പറഞ്ഞാലും പുള്ളി പിറ്റേ ദിവസം ബോംബിടും. ആ രക്തമതാ. ഹലോ, പുള്ളി UNO വിളിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടിട്ട് വന്നാലും വീട്ടിൽ വന്നും വെച്ച് പുള്ളിക്കാരൻ 2 ബോംബിട്ടച്ച് കിടക്കത്തു. അതാ ഇസ്രായേൽ. ഹലോ, പ്രൈസ് ദി ലോർഡ്. തലേ രാത്രി പുട്ടിൻ്റെ കൂടെയും ട്രംപിൻ്റെ കൂടെ എല്ലാം പുള്ളി നെതന്യാഹു ഒപ്പിട്ട, പക്ഷെ പിറ്റേ ദിവസം പുള്ളിക്ക് 2 ബോംബിട്ടാലേ ഉറക്കം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കൂട്ടർ, ഇവൻ എത്ര ബോംബിട്ടാലും തിരിച്ചടിക്കുന്ന മറ്റൊരു കൂട്ടർ, അതാ ജാതികൾ, ഞാൻ ഉൾപ്പെടുന്നു, യവനന്മാർ. സ്തോത്രം. ഒട്ടും മാറത്തില്ല. അവൻ ഒരു ബോംബിട്ടാൽ ഇവൻ 7 ബോംബിടും. ഇന്നലെ അടിക്കുമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ മറ്റോ പറഞ്ഞു, ഞാൻ ഖത്തറിനകത്തുള്ള നിന്റെ ക്യാമ്പിൽ ബോംബിടും. ഉടനെ യുദ്ധം നിന്നു, പുള്ളിയുടെ വാചോടി നിന്നു. അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്കാരണ്ട് കൊണ്ട് നോബൽ സമ്മാനം കൊടുത്തു. അവനല്ലേ പറഞ്ഞ്, അതൊന്നും എൻ്റെ വിഷയമല്ല, ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ 2 ഭയങ്കര ജാതിയിൽ നിന്ന് മൂന്നാമത്തെ ഒരു ജാതിയെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. അത് ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. പകയില്ലാത്ത, പിണക്കമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, സ്നേഹമുള്ള പൗലോസ് 13-ാം അധ്യായം ഈ കൊരിന്ത്യലേഖനത്തിൽ എഴുതിയേക്കുന്നത് കേട്ടോ. പൗലോസിന്റെ പ്രേമകാവ്യമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹത്തിൽ വാർത്തെടുത്ത സഭ, അതാ 3-ാമത്തെ ജാതി. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? 2 വ്യത്യസ്തതയാർന്ന, വൈരാഗ്യമുള്ള, പകയുള്ള, പിണക്കമുള്ള, കോപമുള്ള, ക്രോധമുള്ള, യുദ്ധമുള്ള, ശാഠ്യമുള്ള 2 വ്യത്യസ്ത ജാതിയിൽ നിന്ന്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കാൻ പറഞ്ഞവന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തതാ 3-ാമത്തെ കൂട്ടരെ. അത് ദൈവത്തിന്റെ സഭയാ ഇന്ന് രാത്രി. ഹല്ലേലൂയ. നിന്റെ അകത്ത് പകയുടെ ഒരു കണിക ഇനി ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് കോപത്തിന്റെ അംശമുണ്ടെങ്കിൽ, നീ സഭയ്ക്കകത്തായിട്ടില്ല, നീ സംഘടനയ്ക്കകത്ത് കാണും. ഇന്ന് രാത്രി നീ ക്രിസ്തുവിന്റെ സഭയ്ക്കകത്താകണമെങ്കിൽ അതെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് ക്രിസ്തുവിലെ ഭാവമുള്ളവരായി മാറാൻ, സന്തോഷമുള്ളവര് മാത്രമാ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അപ്പൊ ഇവര് 10 പേര് ഉണർന്നു. 10 പേര് ഉണർന്നു. 10 പേരും കത്തിച്ചു, ഒന്നിച്ച കത്തിച്ചു. 10 പേരുടെ വിളക്ക് കത്തി. ഒരു സ്വത്രം പറഞ്ഞേ, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇരുന്നപ്പം മുതല് ഇപ്പം വരെ പ്രശ്നമൊന്നും ഇല്ല. കത്തിച്ചപ്പോൾ ഇപ്പോൾ 5 പേരുടെ വിളക്ക് പെട്ടെന്ന് കിട്ടും. അവിടെ പ്രശ്നം തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. അവരോട് കുലുങ്ങുമെന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ ഇവർ കുലുങ്ങിയില്ല. ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങാൻ പറയുന്നത് എണ്ണയുണ്ടോന്ന് നോക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 5 പേരുടെ വിളക്ക് കത്തുന്നു. അവർ അഡീഷണൽ കരുതിയ പാത്രത്തിൽ നിന്ന് ഒഴിക്കുന്നു. അപ്പം ഇവർ പറഞ്ഞു, സഹോദരിമാരെ, ഞങ്ങളുടെ വിളക്ക് പെട്ടെന്ന് കെട്ടത് ഞങ്ങളുടെ കുഴപ്പമില്ല, വരാൻ താമസിച്ചുകൊണ്ടാണ്. ഇത്രയും ദിവസം താമസിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളും അഡീഷണൽ കരുതിയേനെ, പക്ഷേ വരാൻ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ എണ്ണ തീർന്നേ ഉള്ളൂ. ഒരു അല്പം നമുക്ക് അകത്ത് കയറുന്ന വരെ മതിയല്ലോ, ഒരു ശകലം എണ്ണ ഞങ്ങൾക്ക് തരണം. ഉടനെ 5 പേരിൽ ഒരാൾ പറഞ്ഞു, ആൻറ്റി നമ്മൾ ഒന്നിച്ച കാത്തിരുന്നെങ്കിലും ക്ഷമിക്കണം, ആൻറ്റിക്ക് ഡയാലിസിസ് ആണെന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞ്. അതെ,
ഷുഗർ കൂടുതലായിട്ട്, അതെ കിഡ്നി രണ്ടും വീക്കാന്നല്ലോ, അതെ ആൻറ്റി വിഷമിക്കണ്ട, എൻ്റെ 2 കിഡ്നി ഫ്രീ ആയിട്ട് തന്നേക്കാം, പക്ഷേ എണ്ണ ചോദിക്കല്ലേ. ഹലോ, എന്തോ ചോദിക്കല്ലേ. എനിക്ക് ഹാർട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, തുടർന്ന് ഞരമ്പൊന്നും മരിച്ചു കൊണ്ട് എന്നെ ഹാർട്ട് ഫ്രീ ആയിട്ട് തന്നേക്കാം, പക്ഷെ എണ്ണ മാത്രം പറയെല്ലാവരും കൂടെ. ഇനി അമ്മാമ്മയ്ക്ക് വീടില്ലെങ്കിൽ ലൈഫ് മിഷൻ്റെ പുറകെ പോകണ്ട, പിണറായി സർക്കാരിൻ്റെ പുറകെ പോകണ്ട. എൻ്റെ 2 നില വീടെടുത്തു, 2 കാറും എടുത്തു, പക്ഷെ എണ്ണ മാത്രം. എടാ, ഏതെങ്കിലും ബംഗാളി കൈ എഴുകാതെ ഉണ്ടാക്കി ഉഴുന്നുമടയ്ക്കും കടുങ്ങാപ്പിക്കും വേണ്ടി നിന്റെ കൃപ കളയല്ലേ കേട്ടോ. സ്തോത്രം പറഞ്ഞില്ല. ഒരു കമ്മിറ്റി കൂടിയാൽ കിട്ടുന്നത് എന്തുവാ? 2 ഉഴുന്നുവടയും അത് അവൻ കൈ കഴുകാതെ ഉണ്ടാക്കിയതാണ്. ആ കടുങ്ങാപ്പിക്കാണ് നീ ബഹളം വെക്കുന്നത്. നിന്റെ ഇരിപ്പൊക്കെ കണ്ട എൻ്റെ 5 ഏക്കർ തോട്ടം കിട്ടുന്ന പോലെ അതിനകത്ത് കയറിയ. സ്തോത്രം പറയണം. ഇതിനൊന്നും വേണ്ടി നീ എണ്ണ വിൽക്കല്ലേ. ഞങ്ങളുടെ റാന്നിയിലെ അപ്പച്ചൻ പണ്ട് പാടിയായിരുന്നു, CS അപ്പച്ചൻ പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി നീ ധരിച്ചിട്ടും, ഓ നിർമ്മലമാം നീതി വസ്ത്രം. ഓ സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടും, ഓ സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ധരിച്ചിട്ടുണ്ടോ. പ്രത്യാശയോടെ കരമടിച്ച് ഒരു നിമിഷം ചേർന്ന് ഓർക്കും തോറും പ്രത്യാശയോടിതാ ഭക്തരുണേരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ഓ പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ, പാടിലാരും പാടിടാത്ത പാട്ടു നമ്മൾ, ഓ പാടിലാരും ചൂടിടാത്ത വടമുടി ചൂടി, പാടിലാരും ചൂടിടാത്ത വടമുടി ചൂടി. പ്രത്യാശയോടിതാ കരവും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവരെവിടെയോ വാങ്ങാൻ പോയ സമയത്ത് മണവാളമ്മ അർദ്ധരാത്രിയാണ് എഴുതിയേക്കുന്നത്. അർദ്ധരാത്രി പെട്രോൾ പമ്പൊക്കെ തുറന്നിരിക്കുന്ന ചുരുക്ക സ്ഥലങ്ങളേ ഉള്ളൂ, 24 hours. ഇവർക്ക് ഏത് അർദ്ധരാത്രിയിൽ എണ്ണ വിൽക്കുന്ന കട അറിയാം. അപ്പം ഇതെവിടെയോ ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളും വരാൻ വെയിറ്റ് ചെയ്ത് ഇവൻ്റെ അകത്ത് കയറിയേക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാണെന്ന് വരുന്നവനറിയാം. ഹലോ, ഒറിജിനലാണെന്ന് ഉറപ്പുള്ളവരൊക്കെ നല്ല സ്തോത്രം പറയണം കേട്ടോ. നിന്റെ വിശ്വാസം ഒറിജിനലായിരിക്കണം, നിന്റെ മേൽ പകർന്ന അഭിഷേകം ഒറിജിനലായിരിക്കണം. പിന്നെ ഹല്ലേലൂയ. ഇപ്പം മൂർഖനാണോ ചേരയാണെന്നൊക്കെ അറിയാൻ ഒത്തിരി വിളമിക്കൊന്നും വേണ്ട, ഇച്ചിരി മണ്ണ് വാരി ഇട്ടാൽ മതി. അന്നേരം പറയും, ഞാൻ ആ പേര് വെട്ടിയിട്ടൊന്നും അല്ല വന്നേ, കൈ ചുരുട്ടാൻ എനിക്ക് അറിയാമെന്നൊക്കെ പറയും. മൂർഖനാന്നൊക്കെ അന്നേരം നമുക്കറിയാം. കൈപൊക്കമൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് രാത്രി നീ ഗുണപ്പെട്ടോണം. നീ ഗുണപ്പെട്ടാലും ഇല്ലേലും യേശു വരും. യേശുവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാ. രാത്രി എത്ര പേർ കുറപ്പുണ്ട് എന്നെ ഞാനാക്കി തീർക്കാൻ, എൻ്റെ പാപക്കറകളെ കഴുകുവാൻ, എൻ്റെ അശുദ്ധി നീക്കി എന്നെ കാന്തയാക്കുവാൻ, മണവാട്ടിയാക്കുവാൻ, അവരിയ്ക്കുന്ന കൂടെ ഇരുത്തുവാൻ. യോഹന്നാൻ 100 വയസ്സിലധികമുള്ളവനായി വന്യവയോധികനായ യേശുവിൻ്റെ മാറുപിടം ചാരുന്ന യോഹന്നാൻ
3-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി, അങ്ങോട്ട് ചൂണ്ടുക, കാൽവറിലോട്ട് ചൂണ്ടുക. 2 കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടധാരിയായി, അർത്ഥനഗ്നനായി, വിലാപ്പുറ കുത്തിക്കീറിയവനായി, 3 കാരിരുമ്പാണികളിൽ തൂങ്ങിയവനായി കിടക്കുന്ന യേശുവിനെ ചൂണ്ടിയിട്ട് സഭയോട് പറയാണ്, സഭയെ കാൺമീൻ, നിങ്ങൾ കാണ്. നിങ്ങളുടെ കോളിന്റെ സൗന്ദര്യമല്ല കാണണ്ടേ, ഉപദേശിയുടെ ഡിഗ്രിയല്ല കാണണ്ടേ, ഓർഗന ഋതം പാടുമല്ല കാണണ്ടേ, ക്രൂശയിലോട്ട് നോക്കി കാൺമീൻ. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് കാൽവറിയിൽ എത്ര വലിയ സ്നേഹമാണ് കാണിച്ചത്. ഈ രാത്രി കണ്ണുകൾ അവിടെ ഉയരണം, നിന്നെ നീയാക്കി തീർക്കാം. ഓരോ ആരാധനയ്ക്ക് വരുമ്പോൾ നീ അങ്ങോട്ട് നോക്കിക്കോണം കേട്ടോ. പിതാവേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ച് സ്വന്തം തോളിലോട്ട് തലചായിച്ച് പ്രാണനെ ഏൽപ്പിച്ച് കിടക്കുന്ന യേശുവിനെ നോക്കണം. എന്തിനെന്നറിയാമോ? നാം ഇതുവരെ അവനെ കണ്ടിട്ടില്ല. നാം അവനെ കാണാൻ പോയി. നാം അവനെ കാണുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അവൻ ഇരിക്കും പോലെ തന്നെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം അവനോട് സമന്മാരാകും. സ്വത്രം പറയണം, ഞാനും നിങ്ങളും അവനോട് സമന്മാരാകും. എന്നിട്ട് അവനിരിക്കുന്ന കസാറയിൽ, ഇന്ന് രാത്രി എനിക്കിരിക്കാൻ ഒരു കസാറ ഫിലിപ്പ് പാസ്റ്റർ തന്നു. പക്ഷെ ഫിലിപ്പ് പാസ്റ്റർ കസാറ എന്നെ ഇരുത്തുവോ? ഭയങ്കര സ്നേഹം എന്നോട്, ഇരുത്തുവോ? ഇവിടെ ആരും ഇരുത്തത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന കസാറയിൽ ഹല്ലേലൂയ, എന്നെ പോലെ നിന്നെ ഇരുത്താമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവരെ, യേശുവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ നീ എടുക്കപ്പെടുന്ന ഉറപ്പുള്ളവര്, മരിച്ചവരൊക്കെ അക്ഷയരായിട്ട് ഉയർക്കുന്ന ജീവനോടെയുള്ളവർ രൂപാന്തരം പ്രാപിച്ച് ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ, അഭിഷേകമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ അല്പനിമിഷം പ്രതികരിച്ച് നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പോരുകൾ, ജഡത്തിന്റെ ഈച്ചകൾ, ആഭിചാര മണ്ഡലങ്ങളൊക്കെ ഇതിനകത്ത് അഴിഞ്ഞു മാറിയിട്ട് നീ ഇന്ന് രാത്രി പറയണം, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ മരണമോ ജീവനോ ഇപ്പോഴുള്ളതോ ഇനി വരാൻ പോകുന്നതോ ഉയരത്തിനോ ആഴത്തിനോ ഉലകത്തിലെ ഒരു ശക്തിക്ക് ഞാനും എൻ്റെ മണവാളനായ യേശുവും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് രാത്രി യേശുവിനോടുള്ള സ്നേഹം, ഹല്ലേലൂയ ഹല്ലേലൂയ. ശൂന്യങ്കാരിയോട് ചോദിച്ചു, നിനക്കെന്നാ നിന്റെ പ്രിയൻ ഇത്ര വലിയ വിശേഷം? അവള് പറഞ്ഞു, എന്റെ പ്രിയനോ, എന്റെ പ്രിയൻ ആയിരങ്ങളിൽ സുന്ദരനാണ്, 10,000ങ്ങളിൽ സുന്ദരനാണ്, വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ഏക മണവാളൻ എന്നെ അവന്റെ പുറകെ അങ്ങ് വലിക്ക്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവള് പറയാണ്, എന്നെ അവന്റെ പുറകെ അങ്ങ് വലിക്ക്. ആൽവിയ മരുഭൂമിയിൽ എനിക്ക് എന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ഒരു നിത്യത അണയുവാൻ ഇതിനകത്ത് കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രമേ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് യേശുവിനെ സ്നേഹിക്കാത്തവൻ പ്രിയരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത കൊരിന്ത്യ സഭ അതപ്പതിച്ചു പോകുന്നത് കണ്ടപ്പോൾ എഴുതിയ പൗലോസ് പറഞ്ഞു, കുഞ്ഞെ, കർത്താവിനെ സ്നേഹിക്കാത്തവനെല്ലാം, നിങ്ങൾ പറ, ഉറക്കെ പറ, ഹല്ലേലൂയ. നമ്മൾ എന്തിനാ നല്ല അമ്പരചുംബരിയായ പള്ളികളും നല്ല ഗ്രാനൈറ്റ് ഒട്ടിച്ച സെമിത്തേരിയും നല്ല സ്കൂളും കോളേജും
ഒക്കെ വിട്ടേച്ച് ഓലമേഞ്ഞ പെരയ്ക്കകത്ത്, ചാണകം മെഴുകിയ തറയ്ക്കകത്ത് പൊട്ടിപ്പറഞ്ഞ തമ്പേറെ കൊട്ടി പിതാക്കന്മാരിറങ്ങിയത് ഹല്ലേലൂയ ഈ നിത്യത കണ്ടതുകൊണ്ടാ. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഈ മണ്ണെ പ്രതി ഞങ്ങൾ മാണിക്യം വെടിയത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന സഭ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ മണ്ണെ പ്രതി, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയത്തിന് ഉറപ്പുള്ളവർ ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കരിയമ്പിലാവിലെ CS മാത്യു സാറേ, ജനിച്ച മക്കൾ മുഴുവൻ പേരിൽ ഒരാൾ ഒഴിച്ചു ബാക്കിയല്ല ഒന്നൊന്നായി മരിച്ചേ. പഠിപ്പിച്ച ബ്രദറൻ സ്കൂളിൽ നിന്ന് അന്യഭാഷ പറഞ്ഞ് ഇറക്കി വിട്ട് ഒരു കൊച്ചു ബ്രദറൻ സഭയിൽ ആരാധിച്ച മനുഷ്യനെ ഇടമണിലുള്ള കൊച്ചു കൂരെന്ന് ഇറക്കി വിട്ട് വഴിയിൽ ഒരു കലിങ്കേൽ 2 മൺകലോ ഒരു ചട്ടിയൊക്കെ വെച്ച് തൻ്റെ ഭാര്യയെ വിളിച്ചിരിക്കുമ്പോൾ താൻ എഴുതി അവിടെ കലിങ്കയിരുന്നുകൊണ്ട് കേട്ടോ, സുന്ദരന മനോഹര, നിന്നെ പിരിഞ്ഞൊരു ലോകയാത്ര, ഈ മണ്ണെ പ്രതി ഞാൻ ഈ മാണിക്യം വെടിയത്തില്ല. ഇതിനകത്ത് എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് ഈ രാത്രി ആരാധിക്കാൻ കഴിയും. നീ ലോകത്തിന്റെ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് നീ ഇന്ന് രാത്രി ഈ കൃപ വിട്ടു പോകരുത്. ഈ കൃപയിൽ തന്നെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി ഒരു നിമിഷം ആത്മാവിനൊന്ന് ആരാധിച്ച് മക്കളെ ആ പാട്ട് നമുക്ക് പാടണം കേട്ടോ. ഒരുങ്ങി നിന്നോണം. സുന്ദരന മനോഹര ചേർന്നൊരു നിമിഷം ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നതിന് മുമ്പേ ഇന്ന് രാത്രി സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ നിന്നെ കൃപയെന്ന് വ്യതിചലിപ്പിച്ചെങ്കിൽ, ഇപ്പോഴത്തെ ഉപദേശിമാരൊക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ പോവാം. ചേരെ തിന്നുന്ന ആടാണെങ്കിൽ നടുമുറി തിന്നോന്ന് പറഞ്ഞ് ഇച്ചിരി ഇട്ടോ കുഴപ്പമില്ല, ഇച്ചിരി അടിച്ചോ കുഴപ്പമില്ല, ഇച്ചിരി കണ്ടോ കുഴപ്പമില്ല, ഇച്ചിരി തേച്ചോ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ആരാധിക്കാൻ സമയമില്ലെങ്കിലും ബാർബർ ഷോപ്പിൽ പോയി പുരികം പഠിക്കാൻ സമയമുണ്ട്, ചെറിയെല്ലാം കൂടെ ലിപ്റ്റിക് ഇടാൻ സമയമുണ്ട്, കൈയെല്ലാം കൂട്ടക്സ് ഇടാൻ സമയമുണ്ട്. ഹലോ, പുസ്തകം വായിക്കാൻ സമയമില്ല. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പക്ഷേ മുടി അങ്ങ് ഡൈ ചെയ്യല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് താമസിയാ ഡൈ ആയിക്കോളും. ആ വിവരം നിങ്ങൾ പത്രത്തിൽ കൂടെ വായിക്കും. പിന്നെ എന്നെ ആരും കൺവെൻഷൻ വിളിക്കത്തില്ലല്ലോ, ഡൈ ആയാൽ പിന്നെ വിളിക്കത്തില്ലല്ലോ. ഹലോ, നീ ആരെ കാണിക്കാനാണ് ഡൈ ചെയ്യുന്നത്? എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ ഇതിനകത്ത് ഡൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉത്തരം പറഞ്ഞില്ല. നീ ഇന്ന് രാത്രി ജഡമോഹം വിടണം, കൺമോഹം വിടണം, ജീവിതത്തിന് പ്രതാപം വിടണം. നീരത് താണു വരണം കേട്ടോ. താഴ്ചയിൽ എന്നെ ഓർക്കുന്നൊരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. സഭയുടെ നിഗളം മാറണം, സഭയുടെ അഹങ്കാരം മാറണം, സഭയുടെ സ്വാർത്ഥത മാറണം. സഭ ക്രിസ്തുവിന്റെ മനോഭാവത്തിയാന്നുള്ള ഓർമ്മയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താഴ്മ ധരിച്ച്, വിനയം ധരിച്ച്, വിശുദ്ധി മുഖമുദ്രയാക്കി വിശ്വാസ വീരന്മാരായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ പറഞ്ഞ എന്തെങ്കിലും അമിതമായി പോയെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ഹൃദയവേദന കൊണ്ട് പറയാം. നമ്മൾ ഓടിയതും നമ്മൾ അധ്വാനിച്ചതും വൃഥാവായി പോയെന്ന് ക്രിസ്തുവിന്റെ നാളിൽ പറയാതിരിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തിങ്കിലേക്കൊരു മടങ്ങി വരവ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് കൊതിക്കുന്നുണ്ട്? കരമൊന്ന് കണ്ടോട്ടെ, ആ കരമൊന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടോട്ടെ. ഈ രാത്രി ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക, നിങ്ങളുടെ വഴി തുറക്കാൻ പോകുക, ശൂന്യത മാറ്റാൻ പോകുക. ഈ രാത്രി സ്വർഗം ഇവിടെ ഉണ്ട്. ഞാൻ പൂർണ്ണമായി ഞാൻ ആ സാന്നിധ്യം അനുഭവിച്ച സാന്നിധ്യത്തിനകത്ത് നിൽക്കുകയാണ്. ഈ രാത്രി ചില പുരാതനമായ കെട്ടുകൾ, ചില പുരാതന ശൂന്യതകൾ ഒക്കെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കരികൾ നടക്കട്ടെ, ഒരു കരികൾ നടക്കട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരമാർത്ഥതയോടെ ആത്മാർത്ഥമായ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. അകത്തുള്ളവരും പുറത്തുള്ളവരും ലൈവ് ഞങ്ങളെ കേൾക്കുന്നവരും ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നിടത്ത്, നിൽക്കുന്നിടത്ത്, പാർക്കുന്ന രാജ്യത്ത്, ആ ടൈം സോണിൽ നീ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ആ കണ്ണുകളൊന്ന് അടയട്ടെ. നിന്റെ കരത്തിൽ എന്റെ യേശുവിന്റെ കരം തൊടുന്നുണ്ട് കേട്ടോ.
ഓ, ആണിപ്പോഴുള്ള കരം തൊടുന്നുണ്ട്. നിന്റെ വിഷയത്തെ അവൻ ടച്ച് ചെയ്യാൻ പോകുകയാണ്. നിന്റെ പ്രശ്നത്തെ അവൻ തൊടാൻ പോകുകയാണ്. നിന്റെ രോഗത്തെ അവൻ തൊടാൻ പോകുകയാണ്. ഈ രാത്രി നീ ഇവിടെ വന്നതല്ല, സ്വർഗം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരു അസാധാരണമായ വിടുതല് ഈ രാത്രി നിന്റെ മേൽ പകരുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഈ മഹാപ്രസ്ഥാനത്തെ, നിന്റെ അഭിഷക്തന്മാരെ, കരമുയർത്തി നിൽക്കുന്ന വിലപ്പെട്ട ദൈവമക്കളെ, ഓ ഈ ഹോളിനകത്ത് പുറത്ത് ഈ ദേശത്തെ ലൈവിൽ നിന്റെ വചനം കേൾക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ, അടിയന്റെ മേൽ അങ്ങ് പകർന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ശാപമണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ, പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറട്ടെ, പുരാതന ശൂന്യതകൾ മാറട്ടെ, അടഞ്ഞ വഴികൾ തുറക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ഒരു കൂട്ടം ജനം പുറത്തു വരട്ടെ. സത്യാരാധനയ്ക്കായി വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾ വിട്ട് ഈ ദേശത്ത് ഒരു കൂട്ടം ജനം പുറത്തു വരട്ടെ. ഞങ്ങൾ അവകാശം പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ജനത്തിന് മുമ്പിലെ ചെങ്കടൽ ഈ രാത്രി കാറ്റടിച്ചു മാറട്ടെ, യോർദാൻ കാറ്റടിച്ചു മാറട്ടെ, എരിഹോവ് താണു പോകട്ടെ, വഴികൾ ഓപ്പൺ ആകട്ടെ. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ചേർന്ന്